യെസ്, അപ്പോൾ നമ്മൾ വീണ്ടും വി ആർ ബാക്ക്. ഇന്ന് 8 മണിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു. 8 മണിക്ക് നമ്മൾ നൗൺസിൻ്റെ സെഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം നമ്മൾ പ്രൊനൗൺസ് ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. പ്രൊനൗൺസ്. ഓക്കെ, അപ്പോൾ ഫോർ ദ നെക്സ്റ്റ് അവർ ഈ ഒരു അടുത്ത മണിക്കൂറിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. പ്രൊനൗൺസ് എന്താ പഠിക്കുന്നു, പ്രൊനൗൺസിൻ്റെ ടൈപ്പ് പഠിക്കുന്നു, എന്തൊക്കെ ടൈപ്പ് പ്രൊനൗൺസ് ഉള്ളത്, അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട റൂൾസ് എന്തൊക്കെയാണ്, പ്രൊനൗൺസുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ്. അപ്പോൾ പ്രൊനൗൺസ് എന്താണ്, പ്രൊനൗൺസിനെ പറ്റി നമ്മൾ പരീക്ഷയ്ക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത മണിക്കൂറിൽ കാണാൻ പോകുന്നത്. ഇതേ കാര്യങ്ങൾ നമ്മൾ 8 മണിക്ക് ഇന്ന് രാവിലെ 8 മണിക്ക് നൗൺസിൻ്റെ ചെയ്തിരുന്നു. അപ്പോൾ നോക്കുക, ആ വീഡിയോ കാണുക, സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് പറയാനുള്ളത്, ഇപ്പോൾ ടീച്ചിങ്ങിൽ SSC റെയിൽവേ എക്സാംസിനാണ് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഉള്ളത്. ഇംഗ്ലീഷും മാത്സും സബ്ജക്ട്സാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. ടോട്ടൽ ഓഫ് ഒരു ഓൺലൈൻ ടീച്ചിങ് എക്സ്പീരിയൻസ് 2 വർഷവും 4 years ഓഫ് ടോട്ടൽ ടീച്ചിങ് എക്സ്പീരിയൻസും ഇപ്പോൾ എനിക്കുണ്ട്. ഓക്കെ, അതുപോലെ അൺഅക്കാഡമിയുടെ 2 ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്ന് റേസ് എ ഹാൻഡ് ഫീച്ചറും അതുപോലെ ആസ്ക് എ ഡൗട്ട് ഫീച്ചറും. റേസ് എ ഹാൻഡ് ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് അൺഅക്കാഡമി ആപ്പിലും വെബ്സൈറ്റിലും ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ റിക്വസ്റ്റ് കൊടുക്കുക. റേസ് ഹാൻഡ് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേറ്റർ അത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡ്യൂക്കേറ്ററിനോട് നേരിട്ട് സംസാരിക്കാം, മൈക്ക് ത്രൂ ആയിട്ട് സംസാരിച്ച് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ഫീച്ചർ എന്ന് ആസ്ക് ഔട്ട്. ആസ്ക് ഔട്ട് എന്ന് പറയുന്നത് പിന്നെ ജസ്റ്റ് സംശയം ചോദിക്കുക വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ്റെ ഉള്ള സംശയം, ഡൗട്ടുകൾ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ ഫോട്ടോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക. അങ്ങനെ അപ്ലോഡ് ചെയ്യുക. അത് ആപ്പിലും വെബ്സൈറ്റിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആപ്പിലും വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. എന്ത് ചെയ്യുക, അങ്ങനെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക. അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് എന്ത് കിട്ടും, സൊല്യൂഷൻ കിട്ടും. യു ക്യാൻ പോസ്റ്റ് അപ് ടു 3 ഡൗട്ട്സ് ആയിട്ട് പോകും. സൊല്യൂഷൻ ഒരു സബ്ജക്റ്റ് എക്സ്പേർട്ട് വകയായിട്ട്, അല്ലെങ്കിൽ സബ്ജക്റ്റ് എക്സ്പേർട്ട് നിങ്ങൾക്ക് തരും, ഒരു എഡ്യൂക്കേറ്റർ നിങ്ങൾക്ക് തരും പ്രോപ്പർ സൊല്യൂഷൻ. ആൻഡ് യു ക്യാൻ ഓൾസോ പോസ്റ്റ് അഡീഷണൽ ഡൗട്ട്സ് വൈൽ വെയിറ്റിംഗ് ഫോർ ദ സൊല്യൂഷൻ. അപ്പോൾ ഈ 2 ഫീച്ചേഴ്സ്, ഒന്ന് റേസ് ഹാൻഡ് ഫീച്ചറും ആസ്ക് ഔട്ട് ഫീച്ചറും, ഈ 2 ഫീച്ചേഴ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടിന് പ്രയോറിറ്റി ലഭിക്കണമെങ്കിൽ ഐക്കോണിക് സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടത്. ഐക്കോണിക് എന്ന് പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ 2 ടൈപ്പ് സബ്സ്ക്രിപ്ഷൻ ഉള്ളത്. ഒന്ന് പിന്നെ പ്ലസ് സബ്സ്ക്രിപ്ഷനും ഐക്കോണിക് സബ്സ്ക്രിപ്ഷനും. പ്ലസിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം കൂടിയിട്ട് അതിൻ്റെ എക്സ്ട്രാ 2 അഡീഷണൽ ഫീച്ചേഴ്സും ഉള്ള ഒരു പ്ലാനാണ്, അല്ലെങ്കിൽ പാക്കേജാണ് ഐക്കോണിക് എന്ന് പറയുന്നത്. ഈ പറയുന്ന ആസ്ക് ഔട്ട് ഫീച്ചറും, അതായത് ആസ്ക് ഔട്ടും റേസ് എ ഹാൻഡ് ഫീച്ചർ, ഈ 2 ഫീച്ചേഴ്സിലും നിങ്ങളുടെ ഡൗട്ടിന് ഏറ്റവും പ്രയോറിറ്റി, ഏറ്റവും ആദ്യം നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യണമെങ്കിൽ ഐക്കോണിക് സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മതി. അതിന് ഡിഫറൻറ്റ് സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് എന്ന് പറയുന്നത് 6 മാസത്തേക്ക് നിങ്ങൾ പേ ചെയ്യേണ്ടത് 6480 ആണ്, 6480. 1 വർഷത്തേക്ക് 7800, 2 വർഷത്തേക്കാണെങ്കിൽ 9360 ആണ്. 10% ഓഫ് കിട്ടും നിങ്ങൾക്ക്. VCN 10 തന്നെ കോഡ് യൂസ് ചെയ്യണം. VCN 10 ഇതാണ് ഐക്കോണിക്കിൻ്റെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇനി പ്ലസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പേ ചെയ്യുന്നതിനെക്കാട്ടും മുമ്പായിട്ട് പ്ലസിൻ്റെ ഫീച്ചേഴ്സ് പറയാം. പ്ലസ്സിലെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ സ്ട്രക്ചേർഡ് കോഴ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ SSC പ്ലസ് എടുക്കുകയാണെങ്കിൽ SSC എഡ്യൂക്കേറ്റേഴ്സിൻ്റെ എല്ലാം വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിലുള്ള സ്ട്രക്ചേർഡ് കോഴ്സസ് ആയിരിക്കും. ലൈവ് ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാവുക. വീക്ക്ലി ടെസ്റ്റുകൾ നടത്തും. ടെസ്റ്റുകൾ നടത്തുന്നതാണ് ഏറ്റവും നമ്മുടെ പ്രിപ്പറേഷൻ കൃത്യമായിട്ടാണോ പോകുന്നതെന്നും ചെക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയാണ് ഈ ടെസ്റ്റ് നടത്തുക, മോക്ക് ടെസ്റ്റ് നടത്തുക. ഈ ടെസ്റ്റ് നടത്തുന്നത് മാത്രമല്ല, അതിൻ്റെ ടെസ്റ്റ് അനാലിസിസ് ആണ് അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ടെസ്റ്റ് അനാലിസിസ്. അപ്പോൾ ടെസ്റ്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് അനുസരിച്ച് റിപ്പോർട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ റിപ്പോർട്ട് പറയാൻ എന്താ വെച്ചാൽ, നിങ്ങൾ എവിടെയൊക്കെയാണ് നന്നായിട്ട് സ്കോർ ചെയ്തത്, നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഏതൊക്കെയാണ്, നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളതെല്ലാം ആ റിപ്പോർട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് ആ ഏരിയാസ് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും പഠിക്കാം. ഓക്കെ, അത് വളരെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. പേഴ്സണൽ ഗൈഡൻസ് ഉണ്ടാവും. ടോപ്പ് എക്സാം എക്സ്പേർട്സിന് വകയായിട്ട് സ്റ്റഡി ബൂസ്റ്റർ വർക്ക്ഷോപ്സ് ഒക്കെ ഉണ്ടാവും, എക്സാമിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സ്റ്റഡി പ്ലാനർ സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും വിത്ത് ബൈ വീക്ക്ലി റിവ്യൂസ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽ വിൽ ഓൾസോ ബി പ്രൊവൈഡഡ്. ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് എന്ന് പറയുന്നത് 1350 ആണ് ഒരു മാസത്തേക്ക്. അപ്പോൾ എല്ലാ മാസവും 1350 അടയ്ക്കുന്നതിന് പകരം 3 മാസം കൂടി 3400, 6 മാസം കൂടി 5400, 1 വർഷം അഡ്വാൻസ് ആയിട്ട് 6500, അല്ലെങ്കിൽ 2 വർഷം 7800 എന്ന രീതിയിൽ നിങ്ങൾക്ക് പേ ചെയ്യുകയാണെങ്കിൽ പെർ മന്ത് വരുന്ന പൈസ കുറവ്, അല്ലേ? ഡ്യൂറേഷൻ കൂടുന്നതനുസരിച്ച് എല്ലാ മാസവും പെർ മന്ത് വരുന്ന എമൗണ്ട് കുറവാണ്. ഇപ്പോൾ 6 months എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 900 ആണ് വരുന്നത് ഒരു മന്ത്ലി, അല്ലെ? ഒരു മാസം 900 രൂപയെ വരുന്നുള്ളൂ. അതിൻ്റെ മേലെ 10% ഓഫ് വരുന്നുണ്ട് VCN 10 കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ. അവസാനമായിട്ട് ഇൻഅപ്രോപ്രിയേറ്റ് കോണ്ടന്റ് ആണ്. അപ്പോൾ എന്താണ്,
അൺഅക്കാഡമിയുടെ ഏതെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും ഇൻഅപ്രോപ്രിയേറ്റ് കോണ്ടന്റ് കാണുകയാണെങ്കിൽ നിങ്ങളത് റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് നിങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു പ്രൈസ് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ആൻഡ് ദ ഫോം ഇസ് ഇൻ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ഓൾ സെറ്റ്, ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്. ഓക്കെ, അപ്പോൾ രാവിലെ നമ്മൾ നൗൺസ് പഠിച്ചു. നമ്മളിപ്പോൾ എന്താ പഠിക്കാൻ പോകുന്നത്? പ്രൊനൗൺസ്. പ്രൊനൗൺ. അപ്പോൾ നമുക്കറിയാം നൗണുമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള ഒരു പാർട്ടിയാണ് ഈ പ്രൊനൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസ് നോക്കുക. ടിം വർക്ക്സ് ഫോർ ദ ഗവൺമെൻറ്. ടിം വർക്ക്സ് ഫോർ ദ ഗവൺമെൻറ്. ഇവിടെ ടിം ഒരു നൗണാണ്. ടിം ഇസ് എ നൗൺ ആണല്ലോ. വർക്ക്സ് എന്ന് പറയുന്നത് വേർബാണ്. ഗവൺമെൻറ് എന്ന് പറയുന്നതും ഒരു നൗണാണ്. ഗവൺമെൻറ് ഇസ് ഓൾസോ നൗൺ. അടുത്ത സെൻറ്റൻസ് നോക്കുക. ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പുതിയ സെൻറ്റൻസ് ഇവിടെ ബിഗിൻ ചെയ്യാം. അപ്പോൾ ടിം ഇസ് ആൻ ഇൻകം ടാക്സ് ഓഫീസ്. ഇൻകം ടാക്സ് ഓഫീസ് അല്ലേ, ടിം. വീണ്ടും ടിം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബിഗിൻ ചെയ്യാം. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല. പകരം എന്ത് ചെയ്യാം? ടിം വർക്ക്സ് ഫോർ ദ ഗവൺമെൻറ്. നമ്മൾ ടിമ്മിന് പകരം ഹി എന്ന് പറഞ്ഞാൽ മതി. വീണ്ടും ടിം എന്ന് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹി ഇസ് ആൻ ഇൻകം ടാക്സ് ഓഫീസർ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണ ഒരു പാരഗ്രാഫ് ഒക്കെ പറയുമ്പോൾ ഒരു സ്റ്റോറി, ഒരു ആർട്ടിക്കിളൊക്കെ എഴുതുമ്പോഴാണ് നമുക്ക് ആവശ്യം അല്ലേ. അതിൻ്റെ ഒരു കോൺടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടിക്കിളൊക്കെ എഴുതുമ്പോഴാണ് ഇതിൻ്റെ ആവശ്യം വരിക. അതായത് ഒരു സെൻറ്റൻസ് പറയാം, ഒരു 5-6 സെൻറ്റൻസിൽ ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ എല്ലാ സമയത്തും ആ നൗൺ തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. ആ നൗൺ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു ശരിയാവില്ല അല്ലേ. ദാറ്റ് ഇസ് നോട്ട് അപ്രോപ്രിയേറ്റ്. അപ്രോപ്രിയേറ്റ് ആവില്ല. ഒരേ നൗൺ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ടിം വർക്ക്സ് ഫോർ ദ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ അടുത്ത് നമുക്ക് എന്താ വേണ്ടത്? ഈ ടിം മാറിയിട്ട് എന്താവണം? ഹി ആവണം. ഹി. അല്ലെങ്കിൽ ഫീമെയിൽ ആണെങ്കിൽ ഷീ ആവണം. വസ്തു ആണെങ്കിൽ ഇറ്റ് ആവണം അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? പ്രോനൗൺസ് എന്ന് പറയുന്നത്. പ്രോനൗൺസിൻ്റെ ജോലി, ഒരു പ്രോനൗണിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസിലെ നൗണിനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളത്. നൗണിന് പകരമായിട്ട് ഒരു സെൻറ്റൻസിൽ നിലകൊള്ളുന്ന അല്ലെങ്കിൽ അങ്ങനെ അല്ലേ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു വേർഡാണ്, സാധാരണ വേർഡാണ് പ്രോനൗൺ. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് പ്രോനൗൺസ് ഏതൊക്കെ ടൈപ്പ് പ്രോനൗൺസ് ആണുള്ളത്. ടൈപ്പ് എന്ന് പറയുമ്പോൾ അതിൽ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് പ്രോനൗൺസ്, അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് പ്രോനൗൺസ് ഉള്ളത്, അതുപോലെ തന്നെ പ്രോനൗൺസിൻ്റെ കുറച്ച് റൂൾസ് ഉണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ സ്പോട്ട് ദി എറർ എന്തായാലും ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എക്സാമിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ബേസ് ചെയ്തിട്ട് അതേ ഒരു ഫോർമാറ്റിൽ ഉണ്ടാക്കിയ കുറച്ച് റൂൾസാണ്. സെയിം ഫോർമാറ്റിൽ ഉണ്ടാക്കിയ കുറച്ച് റൂൾസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പ്രൊനൗൺസ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഇതുവരെ പ്രൊനൗൺസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. നൗൺസിന് പകരമാണ്. അപ്പോൾ ഏതൊക്കെയാണ് പ്രൊനൗൺസ് ഉള്ളത്? പ്രൊനൗൺസ് ഏതൊക്കെയാണ്? ഐ ഒരു പ്രൊനൗണാണ്. വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ, മൈൻ, ആസ്, യോസ്, ഹേഴ്സ് ഇതൊക്കെ പ്രൊനൗൺസ് ആണ്. നൗണിന് പകരമായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നോ അത് സബ്ജക്റ്റ് ആയിട്ട് എന്ത് ഉപയോഗിക്കുന്നോ അതെന്താണ്? പ്രൊനൗൺ ആണ്. ദാറ്റ്സ് എ പ്രൊനൗൺ. മൈക്ക് മെറ്റ് ജെസ്സി ഇൻ ബോസ്റ്റൺ. മൈക്ക്, ജെസ്സി, ബോസ്റ്റൺ അല്ലേ. ഓക്കെ, മൈക്ക് മെറ്റ് ജെസ്സി ഇൻ എ റെസ്റ്റോറൻറ്റ്. അവിടെ വീണ്ടും മൈക്ക് മെറ്റ് ജെസ്സി എന്ന് പറഞ്ഞ ആവശ്യമില്ല അല്ലേ. അവിടെ മൈക്കിന് പകരം ഹി എന്ന് എഴുതിയാൽ മതി. ജെസ്സിക്ക് പകരം ഷീ എന്ന് എഴുതിയാൽ മതി അല്ലേ. മൈക്ക് മെറ്റ് ജെസ്സി ഇൻ ബോസ്റ്റൺ. ഷീ അല്ല, ഹി മെറ്റ് ഹെർ. ഹി മെറ്റ് ഹെർ എന്ന് എഴുതിയാൽ മതി. ഞാൻ വേറൊരു കാര്യം ആലോചിക്കുന്നു. അപ്പോൾ ഹി മെറ്റ് ഹെർ ഇൻ എ റെസ്റ്റോറൻറ്റ്. ചെറിയൊരു ലാപ്സ് ഇൻ കോൺസെൻട്രേഷൻ. ഓക്കെ, മൈക്ക് മെറ്റ് ജെസ്സി ഇൻ ബോസ്റ്റൺ. ഹി മെറ്റ് ഹെർ ഇൻ എ റെസ്റ്റോറൻറ്റ് അല്ലേ. അവിടെ മൈക്കിന് പകരം ഹി എന്ന് എഴുതാം, ജെസ്സിക്ക് പകരം ഹെർ എന്ന് എഴുതാം. അവിടെ തന്നെ കണ്ടില്ല. അപ്പോൾ ഹെറും ഷീയും ഇതെങ്ങനെയൊക്കെയാണ് വ്യത്യാസം വരുന്നത്? ഇതിൻ്റെയൊക്കെ വ്യത്യാസം എന്താണ്? എവിടെയാണ് നമ്മൾ ഹെർ ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് ഷീ ഉപയോഗിക്കേണ്ടത്, അതുപോലെ എവിടെയാണ് നമ്മൾ ഐ ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് നമ്മൾ മീ ഉപയോഗിക്കേണ്ടത്? ഇതെല്ലാം നമുക്കിന്ന് ഈ സെഷനിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഐ, വി, യു, ഷീ, ഇറ്റ്, ദേ, മൈൻ, ആസ്, യോസ്, ഹേഴ്സ് ഇതൊക്കെ എക്സാമ്പിൾസ് ഓഫ് പ്രോനൗൺസ് ആണ്. അതുപോലെ തന്നെ മൈക്ക് മെറ്റ് ജെസ്സി ഇൻ ബോസ്റ്റൺ. മൈക്ക് മെറ്റ് ജെസ്സി ഇൻ ബോസ്റ്റൺ. റോബ് മെറ്റ് ജെയിൻ ഇൻ ബോസ്റ്റൺ അല്ലേ. റോബ് മെറ്റ് ജെയിൻ. ഹി മെറ്റ് ഹെർ. ഹി മെറ്റ് ഹെർ. വീണ്ടും റോബും ജെയിനും എഴുതേണ്ട ആവശ്യമില്ല. ഹി മെറ്റ് ഹെർ എന്ന് പറഞ്ഞാൽ മതി. ഹി മെറ്റ് ഹെർ എന്ന് പറഞ്ഞാൽ മതി. അടുത്ത സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യും അല്ലേ. അതാണിപ്പോൾ പ്രോനൗൺസിൻ്റെ മെയിൻ പ്രധാന പരിപാടി. ഓക്കെ, ഇനി നമുക്ക് പ്രോനൗൺസ് മൊത്തമായിട്ട് നോക്കാം.
പ്രൊനൗൺസ് നോക്കാം. ഓക്കെ, അപ്പോൾ രണ്ട് കാറ്റഗറി ഉണ്ട്. ഒന്നാമതായിട്ട് സിംഗുലർ, രണ്ടാമത് പ്ലൂറൽ അല്ലേ. സിംഗുലർ ഒരു നോക്കാം. ആദ്യമായിട്ട് സിംഗുലർ നോക്കാം. അതിൽ സിംഗുലറിൽ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഇതെന്തൊക്കെയാണ്? സബ്ജക്റ്റീവ്, ഓബ്ജക്റ്റീവ്, പൊസസീവ്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഇന്ന് രാവിലത്തെ സെഷനിൽ നമ്മൾ പൊസസീവിനെ കുറിച്ച് പറഞ്ഞിട്ട് പൊസസീവ് നൗണിനെ പറ്റി പറഞ്ഞിട്ട് അല്ലേ. എന്താണ് പൊസസീവ് നൗൺ? പൊസസീവ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഓണർഷിപ്പ്. ഓണർഷിപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ റെഫർ ചെയ്യുന്ന ഒരു ടൈപ്പ്, അതാണ് പൊസസീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. പൊസസീവ് നൗൺ ആണെങ്കിലും പൊസസീവ് പ്രൊനൗൺ ആണെങ്കിലും ഇറ്റ് ഈസ് ദ സെയിം. ഓക്കെ, അപ്പോൾ സിംഗുലർ ഫസ്റ്റ് പേഴ്സൺ സബ്ജക്റ്റീവായിട്ട്, ഈ സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് ഒക്കെ എന്താണ് നമ്മൾ പാർട്സ് ഓഫ് എ സെൻറ്റൻസിൽ കണ്ടിട്ടുണ്ട്. എന്താണ് സബ്ജക്റ്റ്, എന്താണ് ഒബ്ജക്റ്റ്? സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ സെൻറ്റൻസിലെ പ്രധാനമായിട്ടുള്ള സെൻറ്റൻസിലെ ആക്ഷൻ ചെയ്യുന്നത് ആരാണോ അതാണ് സബ്ജക്റ്റ്. ഓർ സെൻറ്റൻസ് ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നത്, അതാണ് സബ്ജക്റ്റ്. ഓബ്ജക്റ്റ് എന്താണ്? ഓബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ജസ്റ്റ് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഓബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ സെൻറ്റൻസിലെ ആക്ഷൻ റിസീവ് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ വസ്തുവാണ് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സബ്ജക്റ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത് എന്താണ്? ഇത്രയേ ഉള്ളൂ. ഒരു പ്രൊനൗൺ ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റ് ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെങ്കിൽ സബ്ജക്റ്റീവ് പ്രൊനൗൺ, ഒരു പ്രൊനൗൺ സെൻറ്റൻസിൽ ഒബ്ജക്റ്റ് ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെങ്കിൽ ഒബ്ജക്റ്റീവ് പ്രൊനൗൺ, അത്രേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ വരികയാണെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ, സബ്ജക്റ്റീവിൽ ഐ, ഓബ്വിയസ്ലി ഐ. ഇനി ഞാൻ ഇങ്ങനെ ഐ, മീ എന്നൊക്കെ ഓരോ പ്രൊനൗൺ പറയുമ്പോഴും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മലയാളം കൂടെ പറയണം. ഇതിൻ്റെ മലയാളത്തിൽ എന്താണ് നമ്മൾ എന്ന് കൃത്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്, വളരെ എളുപ്പത്തിൽ മനസ്സിലാവും ഏത് കോണ്ടെക്സ്റ്റിലാണ് ഏത് പ്രൊനൗൺ യൂസ് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, അതാണ് ഇതിലൊരു എന്താണ് ഒരു ഹാക്ക് എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ ഒരു കീ. അതാണ് ഇതിൽ കീ. ഓക്കെ, ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റീവ് ഐ. ഇനി ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഓബ്ജക്റ്റീവ് ആണെങ്കിലോ മീ. ഐ എന്ന് വെച്ചാൽ എന്താണ്? ഞാനാണ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് കേസിൽ എന്താണ്? മീ. മീ എന്ന് പറയുമ്പോൾ എന്നെ എന്നർത്ഥം. മീ എന്ന് പറയുമ്പോൾ ഞാൻ എന്ന് അർത്ഥമല്ല വരുന്നത്. അത് ഒരു കൺഫ്യൂഷനാണ്, തെറ്റിദ്ധാരണയാണ്. മീ ഞാനല്ല, എന്നെ എന്നർത്ഥം. ഒബ്ജക്റ്റീവ് ഒരു ആക്ഷൻ റിസീവ് ചെയ്യുന്നത്. ഹി സോ മീ, അവൻ എന്നെ കണ്ടു അല്ലേ. ഷീ വേവ്ഡ് അറ്റ് മീ, അല്ലെങ്കിൽ ഷീ ടോൾഡ് മീ, ഷീ ആസ്ക്ഡ് മീ, അല്ലെങ്കിൽ ഷീ ഹെൽപ്ഡ് മീ അല്ലേ. ഷീ ഹെൽപ്ഡ് മീ. അപ്പോൾ ഹെൽപ്പ് എന്ന് പറയുന്ന ആക്ഷൻ ആരെയാണ് ചെയ്തത്? എന്നെയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ എന്നെ, മീ മീൻസ് എന്നെ. അടുത്ത് പൊസസീവ് സിംഗുലർ ഫസ്റ്റ് പേഴ്സണിൽ പൊസസീവിൽ എന്താ വരുന്നത്? മൈ അല്ലെങ്കിൽ മൈൻ, എൻ്റേത്, എൻ്റേത് അല്ലേ. അതാണ് മലയാളത്തിൽ വരുന്നത്. അപ്പോൾ പൊസസീവ് പ്രൊനൗൺ ഷോസ് ഓണർഷിപ്പ്, പൊസഷൻ ഓർ ഓണർഷിപ്പ്. എൻ്റേത്, ഇതെൻ്റേതാണ്, ഈ ബുക്ക് എൻ്റേതാണ്, ഈ ബാഗ് എൻ്റേതാണ്. സെക്കൻഡ് പേഴ്സൺ സിംഗുലറിൽ സബ്ജക്റ്റീവ് വരുമ്പോൾ യു, നീ. സെക്കൻഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റീവ് യു അല്ലേ, യു വരുന്നു, നീ, നീയാണ്. സിംഗുലർ ഒബ്ജക്റ്റീവ് വരുമ്പോഴോ നിന്നെ. അതിൽ രണ്ടും യു തന്നെയാണ് വരുന്നത്. നീ, നിന്നെ. ഒബ്ജക്റ്റീവ് നിന്നെ. പൊസസീവ് കേസിലോ നിന്റെ. ഒബ്ജക്റ്റീവ് നിന്നെയും പൊസസീവിൽ നിന്റെ എന്നാണ് വരുന്നത്. നിന്റേത്, നിന്റേത് ആണ് യോസ്. സബ്ജക്റ്റീവ് തേർഡ് പേഴ്സൺ സിംഗുലർ ഏതൊക്കെയാണ്? ഹി, ഷീ, ഇറ്റ്. ഹി എന്ന് പറയുന്നത് അവൻ, ഒബ്ജക്റ്റീവ് കേസിലോ അവനെ. സബ്ജക്റ്റീവ് അവൾ, ഒബ്ജക്റ്റീവ് അവളെ. ഇനി സബ്ജക്റ്റീവ് ഇറ്റ് വരുമ്പോഴോ ഇറ്റ് എന്താണ്? അത്. ഒബ്ജക്റ്റീവും ഇറ്റ് തന്നെയാണ്, പക്ഷെ മലയാളത്തിൽ എന്താ വരുന്നത്? അതിനെ. ഇനി ഇതിൻ്റെ പൊസസീവ് കേസിൽ അവൻ, അവനെ, അവൻ്റെ. അവൾ, അവളുടെ, അവൾ, അവളെ, അവളുടെ അല്ലേ. ഹെർ എന്ന് പറയുന്നത് അവളുടെ. അത്, അതിനെ, അതിൻ്റെ. ഇത്രയും പറഞ്ഞാൽ നമ്മൾ സിംഗുലറിലെ എല്ലാ കേസും നമ്മൾ ഡിസ്കസ് ചെയ്തു. സിംഗുലറിലെ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, ഒബ്ജക്റ്റീവ്, പൊസസീവ് എല്ലാം ഡിസ്കസ് ചെയ്തു. ഇനി പ്ലൂറലിലേക്ക് വരുമ്പോൾ കാര്യമായിട്ട് വലിയ കൺഫ്യൂഷൻ ഉണ്ടാവാം. ഓക്കെ, സബ്ജക്റ്റീവ് പ്ലൂറൽ ഫസ്റ്റ് പേഴ്സണിൽ എന്ന സബ്ജക്റ്റീവ് ഞങ്ങൾ. അസ് എന്താണ്? ഒബ്ജക്റ്റീവ് ഞങ്ങളെ. ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ മലയാളത്തിൽ ഓർത്ത് നോക്കുക. അപ്പോൾ അർത്ഥം എന്തായാലും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഞങ്ങൾ, വി. അസ് ഞങ്ങളെ. ഇനി ഞങ്ങളുടെ, ആർ ആസ്. ഞങ്ങളുടേത്. അവൻ ഞങ്ങളുടേതാണ്, ഇത് ഞങ്ങളുടേതാണ്. ഓക്കെ, സബ്ജക്റ്റീവ് സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് പ്ലൂറൽ വരുന്നത് എങ്ങനെയാണ്? നിങ്ങൾ
25 പേര്, നിങ്ങൾ 30 പേര്. ഓക്കെ, പ്ലൂറലാണ്. ഇനി നിങ്ങൾ 30 പേരെ ഞാൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, നിങ്ങൾ 10 പേരെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നു. പ്ലൂറൽ ഒബ്ജക്റ്റീവ് സെക്കൻഡ് പേഴ്സൺ യു. ഇനി പോസസീവ് ആണെങ്കിലോ, നിങ്ങളുടെ മാർക്ക് ഷീറ്റ് ഞാൻ കണ്ടു, പരമദയനീയമാണ് എന്ന് പറയും. ടീച്ചർ പറയുന്നത്, ടീച്ചർ കുട്ടികളോട് പറയുന്നത് നിങ്ങളുടെ യോസ്, നിങ്ങളുടെ. അടുത്ത് പ്ലൂറൽ സബ്ജക്റ്റീവ് തേർഡ് പേഴ്സൺ വരുമ്പോൾ അവർ ദേ. അവർ ഒബ്ജക്റ്റീവ് ആകുമ്പോൾ അവരെ. പൊസസീവ് ആകുമ്പോൾ അവരുടേത്. ഇവിടെ കൺഫ്യൂഷൻ വരുന്ന അല്ലെങ്കിൽ വരുത്തുന്ന കുറേ വാക്കുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ദേ ആർ കമ്മിങ് ടുമോറോ. ഇപ്പോൾ ദേ ആർ കമ്മിങ് ടുമോറോ അല്ല, ദേ ആർ എന്ന് പറയുന്ന ഈ 2 വാക്കുകൾ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് ദേ അപ്പോസ്ട്രഫി RE എന്ന് എഴുതാനായിട്ട്. ഇത് കറക്റ്റാണ്. ഇതാണ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള യൂസേജ്. ദേ ആർ അല്ല, ദേ ആർ. ഇത് ദേ ആർ എന്നർത്ഥം. പകരം ഇതിൻ്റെ പ്ലൂറൽ തേർഡ് പേഴ്സൺ പൊസസീവ് ഫോം എടുത്തിട്ട് ഇത് രണ്ടും മിക്സ് ആയി പോകും. എങ്ങനെയാണ് ഈ മിക്സ് ആവുന്നത് മനസ്സിലാവും. ദേ ആർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ എന്നർത്ഥം. ദേ ആർ മീൻസ് അവരുടെ. അപ്പോൾ ദേ ആറും ദേ ആറും രണ്ടാണ്. ഞാൻ ഇന്ന് രാവിലത്തെ സെഷനിൽ പറഞ്ഞതുപോലെ പൊസസീവും പ്ലൂറലും മാറിപ്പോകുന്ന പോലെയാണ്. ഇത് പൊസസീവും പ്ലൂറലും ഒരുമിച്ചുള്ളതാണ്, എന്നിട്ടും തെറ്റാണ്, എന്നിട്ടും തെറ്റിക്കുന്നു. ഓക്കെ, ദ ബസ് ലീവ്സ് ഇൻ 5 minutes. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് ഇത്രയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മുടെ പ്രോണൗൺസ്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള പ്രോണൗൺസ്. ഇത് ഓരോന്നും മനസ്സിലാക്കുക, ഇത് ഓരോന്നും പഠിക്കുക, മനസ്സിലാക്കുക. എന്താണിത് മലയാളത്തിൽ പറഞ്ഞു നോക്കുക. വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഉള്ളിൽ വെച്ചോളൂ, ഒന്നും നോക്കണ്ട. ഓക്കെ, ദ ബസ് ലീവ്സ് ഇൻ 5 minutes. ദ ബസ് ലീവ്സ് ഇൻ, സ്ക്രീൻഷോട്ടിൽ ഞാനും വരില്ലേ, അതല്ല, നിങ്ങൾ സഹിച്ചു. ദ ബസ് ലീവ്സ് ഇൻ 5 minutes. ഇറ്റ് ഈസ് ദ ലാസ്റ്റ് വൺ ഓഫ് ദ ഡേ. ദ ബസ് എന്ന് വീണ്ടും പറഞ്ഞില്ല, പരം തോന്നി. ഇറ്റ് ഈസ് ദ ലാസ്റ്റ് വൺ ഓഫ് ദ ഡേ. ദ ബോയ്സ് പ്ലേഡ് വെൽ ടുഡേ. ദ ബോയ്സ് പ്ലേഡ് വെൽ ടുഡേ. ബോയ്സ് അവിടെ എന്താ തോന്നുന്നു? ദ ബോയ്സ് എന്ന് വീണ്ടും പറയുന്നതിന് പകരം ദേ വൺ ദ മാച്ച് എന്നാ പറയുക. ദേ വൺ ദ മാച്ച്. ദ ബോയ്സ് പ്ലേഡ് വെൽ ടുഡേ. ദേ വൺ ദ മാച്ച്. ബിൻ ലാദൻ വാസ് എ ടെററിസ്റ്റ്. ബിൻ ലാദൻ വാസ് എ ടെററിസ്റ്റ്. ദ സോൾജേഴ്സ് കിൽഡ് ബിൻ ലാദൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. വീണ്ടും അല്ലേ, ദേ സോൾജേഴ്സ് കിൽഡ് ഹിം എന്ന് പറഞ്ഞാൽ മതി. ദ സോൾജേഴ്സ് കിൽഡ് ഹിം. ദ ടീം സ്റ്റേഡ് ബാക്ക് ടുഡേ. They have a match tomorrow. The team stayed back today. They have a match tomorrow. അവിടെ ശരിക്കും നമുക്ക് വേണമെങ്കിൽ ഇറ്റ് എന്ന് പറയാം അല്ലേ. ഇറ്റ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇറ്റ് ഹാസ് എ മാച്ച് ടുമോറോ എന്നാണ് പറയുന്നത് നല്ലത്. കാരണം ടീമിനാണ് മാച്ച്, അല്ലാതെ ടീമിലെ ആളുകൾക്കല്ല അല്ലേ. ടീമിലെ മെമ്പേഴ്സിനല്ല മാച്ച് ഉള്ളത്, ടീമിനാണ് മാച്ച്. ടീമിലെ 5 മെമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ ആ 5 മെമ്പേഴ്സ് അല്ല കളിക്കുന്നത്, പക്ഷേ ടീമിലെ 11 മെമ്പേഴ്സ് ഇറങ്ങുന്ന ആ ഒരു ടീമിനാണ് മാച്ച്. സോ ഇറ്റ് ഹാസ് എ മാച്ച് ടുമോറോ എന്ന് ശരിക്കും പറയേണ്ടത്. നമ്മൾ ഇന്ന് രാവിലെ ഡിസ്കസ് ചെയ്ത കലക്റ്റീവ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റാണ്. ഇനി പേഴ്സണൽ പ്രൊനൗൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടൈപ്പ് പ്രൊനൗൺസ് ഉണ്ട്. ഇത് വലിയ സംഭവമൊന്നുമില്ല. നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന, നമ്മൾ സാധാരണ കാണുന്ന ടൈപ്പ് പ്രൊനൗൺസ് ആണ് ഈ പേഴ്സണൽ പ്രൊനൗൺസ്. യൂസ് ഇൻ പ്ലേസ് ഓഫ് പ്രോപ്പർ നൗൺസ്. പ്രോപ്പർ നൗൺസിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന പ്രൊനൗൺസ് ആണ് പേഴ്സണൽ പ്രൊനൗൺസ്. ഐ, യു, ഹി, ഷീ, ഇറ്റ്, വി, യു, ദേ. ഇതൊക്കെ പ്രോപ്പർ നൗൺസിന് പകരം നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യുന്ന പ്രൊനൗൺസ് ആണ് പേഴ്സണൽ പ്രൊനൗൺസ്. ഡോണാസ് ടീച്ചർ സീംസ് നൈസ് ബട്ട് ഹി തിങ്സ് ഷീ ഇസ് ഈവിൾ. അല്ലേ, ഡോണാസ് ടീച്ചർ സീംസ് നൈസ്. ഡോണയാണ് ഇവിടെ ഉള്ളത്. ഒരാൾ ഡോണയും രണ്ടാമത് ഡോണയുടെ ടീച്ചർ. അപ്പോൾ ബട്ട് ഹി തിങ്സ് എന്ന് പറയുന്നത് ഹി ആരാ? ഡോണയാണ്. ആൻഡ് ഷീ എന്ന് പറയുന്നത് ആരാണ്? ടീച്ചറാണ്. അപ്പോൾ വീണ്ടും ഡോണാസ് ടീച്ചർ സീംസ് നൈസ് ബട്ട് ഡോണ തിങ്സ് ഡോണാസ് ടീച്ചർ ഇസ് ഈവിൾ എന്ന് പറയേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ ബട്ട് ഹി തിങ്സ് ഷീ ഇസ് ഈവിൾ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഹി ആൻഡ് ഷീ avoid the repeat need to repeat ഡോണ ആൻഡ് ടീച്ചർ. ജസ്റ്റ് ഒരു ടൈപ്പ് ഓഫ് പ്രൊനൗൺസ്, ഇത്ര ഉള്ളൂ, കാര്യമായിട്ടൊന്നുമില്ല. ഇനി പേഴ്സണൽ അല്ല, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ദിസ് ഇസ് നോട്ട് പേഴ്സണൽ, ദിസ് ഇസ് possessive pronoun. Okay, a word that replaces a noun or a noun phrase and shows ownership. അല്ലേ, ഓണർഷിപ്പ് അല്ലെങ്കിൽ പൊസഷൻ കാണിക്കുന്ന, ഇൻഡിക്കേറ്റ് ചെയ്യുന്ന, റെഫർ ചെയ്യുന്ന ഒരു ടൈപ്പ് പ്രൊനൗൺ ആണ് പോസസീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്. ഓക്കെ, മൈൻ,
യോസ്, ഹിസ്, ഹേഴ്സ്, അവേഴ്സ്, ദ്യാസ്. എൻ്റേത്, നിൻ്റേത്, അവൻ്റെ, അവളുടെ, ഞങ്ങളുടെ, അവരുടെ. ഇസ് ദറ്റ് ആൻഡ്സ് കാർ? അത് ആൻ്റെ കാറാണോ? നോ, ഇറ്റ്സ് മൈൻ. എൻ്റെ കാറാണ്. ഓക്കെ. പ്രവീൺ ഇസ് വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. പ്രവീൺ ഇസ് എ ഫ്രണ്ട് ഓഫ് മൈൻ. ഓഫ് മൈൻ, ഫ്രണ്ട് ഓഫ് മൈൻ. മൈ ഫ്രണ്ട്സ് എന്ന് പറയാം, ഫ്രണ്ട് ഓഫ് മൈൻ എന്ന് പറയാം അല്ലേ? വൺ ഓഫ് മൈ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫ് മൈൻ. ഇസ് മൈ ഫ്രണ്ട് എന്ന് പറയാം. ദിസ് ഇസ് ദിശ. ഹീസ് എ കൊലീഗ് ഓഫ് മൈൻ. ഹീസ് എ കൊലീഗ് ഓഫ് മൈൻ അല്ലേ? മൈൻ, മൈൻ എന്നാണ് ഇവിടെ പൊസസീവ് പ്രോണൗൺ. ഐ എം അജയ്. ഐ എം എ സ്റ്റുഡൻറ് ഓഫ് യോസ്. യോസ്. യു ലുക്ക് ലൈക്ക് ദീപിക ആൻഡ് നിഷ. ആർ യു എ റിലേറ്റീവ് ഓഫ് ദ്യാസ്? ആർ യു എ റിലേറ്റീവ് ഓഫ് ദ്യാസ്? ഇവിടെ നമ്മൾ ദേ അപ്പോസ്ട്രഫി ആർ ഇസ് എന്നൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പൂര തെറ്റായിരിക്കും. That bag is ours and not yours. Ours ആണ്, yours അല്ല. ഓക്കെ, ഇനി വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പൊസസീവ് പ്രോണൗൺ. നമ്മൾ ഇന്ന് രാവിലത്തെ സെഷനിൽ നമ്മൾ പൊസസീവ് നൗൺസ്, അതായത് പ്ലൂറൽ നൗൺസിനെ പൊസസീവ് ഫോമിൽ എങ്ങനെ എഴുതണം എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത പഠിക്കാനുള്ളത്, ഒരു പ്രോണൗണിനെ പൊസസീവ് ഫോമിൽ എഴുതുമ്പോൾ നമ്മൾ വരുത്താൻ സാധ്യതയുള്ള ഒരു വലിയ ഒരു തെറ്റാണ്. അതായത് ഇത്രയേ ഉള്ളൂ, നമ്മൾ പൊസസീവ് ഫോമിൽ ഒരു പ്രോണൗൺ പറയുമ്പോൾ യോസ്, ഹേഴ്സ്, ആസ്, ദ്യാസ് പ്രോണൗൺ പറയുമ്പോഴാണ്. ഒരു പ്രോനൗൺ നമ്മൾ പൊസസീവായിട്ട് പറയുമ്പോൾ ഒരു കാരണവശാലും അപ്പോസ്ട്രോഫി ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ പ്രോനൗൺ സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം പ്രോനൗൺ ആണെങ്കിൽ മാത്രമേ അപ്പോസ്ട്രോഫി ഉപയോഗിക്കാൻ പാടില്ലാത്തുള്ളൂ. യു ഷുഡ് നെവർ യൂസ് എ അപ്പോസ്ട്രോഫി ഓൺലി ഇൻ കേസ് ഓഫ് എ പ്രോനൗൺ യൂസ്ഡ് ഇൻ പൊസസീവ് ഫോം. പൊസസീവ് ഫോമിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, യോസ്, ഹേഴ്സ്, ആസ് അല്ലെങ്കിൽ ദ്യാസ്. ഇവിടെ ശ്രദ്ധിക്കുക, ഐ ആം വിവേക്. ഐ ആം എ സ്റ്റുഡൻറ് ഓഫ് യോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഒരു സ്റ്റുഡൻ്റ് ആണ് ഞാൻ. ഇവിടെ ഇതാണ് കറക്റ്റ്. യോർ എന്നതിന് ശേഷം അപ്പോസ്ട്രോഫി എസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് SSC. ഓക്കെ, SSC ആണെങ്കിൽ ബാങ്കാണ് ചോദിക്കുക. ഐ ആം വിവേക്, ഐ ആം എ സ്റ്റുഡൻറ് ഓഫ് യോസ് എന്ന് പറയുന്നത് തെറ്റാണ്. യോറിന് ശേഷം അപ്പോസ്ട്രോഫി എസ് പാടില്ല. ഇത് ഏത് കേസിലാണ്? പ്രോനൗണിൻ്റെ കേസിൽ മാത്രം. അല്ലെങ്കിൽ ഇപ്പോൾ രവി എന്ന് പറയുന്ന നൗണാണ് എടുക്കുന്നതെങ്കിൽ രവീസ് സൺ എന്ന് പറയാണ്. രവിയുടെ മകൻ എന്ന് പറയുമ്പോൾ അവിടെ രവി അപ്പോസ്ട്രോഫി എസ് ആണ്, കാരണം രവി ഒരു നൗണാണ്. പക്ഷെ ഒരു പ്രോനൗൺ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? എസ് ചേർക്കാൻ പാടില്ല. അത് റോങ്. ഇനി വരാൻ പോകുന്ന വേറൊരു സംഭവം, രണ്ടാമത്തെ കേസ് നോക്കാം. ആ കാർ ഇസ് ഓൾഡ്. ഇറ്റ്സ് ബ്രേക്സ് നീഡ് ടു ബി റിപ്പയർഡ്. സെയിം ലോജിക്, സെയിം കോൺസെപ്റ്റ് ആണ്. അതായത് ഇറ്റ് എന്ന് പറയുന്ന ഒരു പ്രോനൗൺ ആണ്. ഇറ്റ് ഇസ് എ പ്രോനൗൺ. ഇതിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അപ്പോസ്ട്രോഫി എസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? പൊസസീവ് ഫോമിൽ പറയാൻ പാടില്ല. പൊസസീവ് ഫോമിൽ പറയുന്നത് തെറ്റാണ്. ആ കാർ ഇസ് ഓൾഡ്, ഇറ്റ്സ് ബ്രേക്സ് നീഡ് ടു ബി റിപ്പയർഡ്. അതിൻ്റെ ബ്രേക്ക് റിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്ന മീനിങ് വരുമ്പോൾ അല്ലേ, അവിടെ എന്താ വരുന്നത്? അവിടെ അപ്പോസ്ട്രോഫി ഇട്ടിട്ടില്ല, അപ്പോസ്ട്രോഫി യൂസ് ചെയ്തിട്ടില്ല. ITS എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോസ്ട്രോഫി ഇല്ല, ITS എന്ന് മാത്രമേ. അപ്പോൾ അതാണ് ITSഉം അപ്പോസ്ട്രോഫി എസിന് നമ്മൾ ഡിഫറൻസ് മനസ്സിലാക്കുക. ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത് ഞാൻ പഠിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ എനിക്കറിയില്ലായിരുന്നു. IT അപ്പോസ്ട്രോഫി എസും ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ IT അപ്പോസ്ട്രോഫി എസ് ആൻഡ് ITS. ഈ IT അപ്പോസ്ട്രോഫി എസ് എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടാം സെൻറ്റൻസ് നോക്കുക. ഷീ മിസ്പ്ലേസ്ഡ് ഹർ ഫോൺ. ഫോൺ എവിടെയോ മാറ്റി വെച്ചു അല്ലെ, മാറിയിട്ട് എവിടെയോ അറിയാണ്ട് വെച്ചു. ബട്ട് ഷീ തിങ്സ് ഇറ്റ്സ് ഇൻ ദ കാർ. അപ്പോൾ എന്താണ് ഇറ്റ്? ഫോൺ. ആ ഫോൺ കാറിലുണ്ടെന്ന്. സോ ഇറ്റ്സ് എന്ന് പറയുമ്പോൾ IT അപ്പോസ്ട്രോഫി എസ് എന്താണ്? ഇറ്റ് ഇസ് ഐദർ ഇറ്റ് ഇസ് അല്ലെങ്കിൽ ഇറ്റ് ഹാസ് എന്ന് പറയുന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് എന്ത്? IT അപ്പോസ്ട്രോഫി എസ് ഇറ്റ്സ്. ബട്ട് ഷീ തിങ്സ് ഇറ്റ്സ് ഇൻ ദ കാർ. അപ്പോൾ അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ IT അപ്പോസ്ട്രോഫി എസ് ആൻഡ് ITS. ഒരു കാരണവശാലും ഒരു പ്രോനൗൺ എടുത്തിട്ട് അതിൻ്റെ പൊസസീവ് ഫോമിൽ പറയുമ്പോൾ അപ്പോസ്ട്രോഫി യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോസ്ട്രോഫി യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. സെയിം സാധനം. ഇറ്റ്സ് ഇസ് എ പൊസസീവ് ഫോം ഓഫ് ദ പ്രോനൗൺ ഇറ്റ് അല്ലേ. ഇറ്റിൻ്റെ പൊസസീവ് ഫോമാണ് ഇറ്റ്സ്. ഇറ്റ് ക്യാൻ ബി ടേംഡ് ആസ് എ പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയാം. ആൻഡ് ഇറ്റ്സ് എന്താണ്, ഒരു കാരണവശാലും അപ്പോസ്ട്രോഫി എസ് യൂസ് ചെയ്യാൻ പാടില്ല. ആ കാർ ഇസ് ഓൾഡ്, ഇറ്റ്സ് ബ്രേക്ക് നീഡ് ടു ബി റിപ്പയർഡ്. ഷീ മിസ്പ്ലേസ്ഡ് ഹർ ഫോൺ ബട്ട് ഷീ തിങ്സ് ഇറ്റ്സ് നിയർ ദ കാർ. ഓക്കെ, ഇനിയുള്ളതാണ് വളരെ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ് റിലേറ്റീവ് പ്രോനൗൺ. റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയും.
എന്താണ് റിലേറ്റീവ് പ്രൊണൗൺ? അപ്പോൾ പ്രൊണൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു റിലേറ്റീവ് പ്രൊണൗൺ എന്തായിരിക്കും? അതായത് ഒരു സെൻറ്റൻസിലെ മറ്റ് വാക്കുകളെ അല്ലെങ്കിൽ വേറൊരു വാക്കിനോട് റെഫർ ചെയ്യുന്ന അല്ലെങ്കിൽ പോയിന്റ് ഔട്ട് റെഫർ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് റിലേറ്റീവ് പ്രൊണൗണിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ പറയാം. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ ഇൻട്രൊഡ്യൂസസ് ആൻ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആൻഡ് കണക്ട്സ് ഇറ്റ് വിത്ത് എ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. അത് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഇതൊരു സെൻറ്റൻസ് നോക്കാം. ദാറ്റ് ഇസ് ദ പേഴ്സൺ ഹൂം ഐ ലവ്. ദാറ്റ് ഇസ് ദ പേഴ്സൺ ഹൂം ഐ ലവ്. ഇവിടെ ഈ ഹൂം എന്ന് പറയുന്നത് റിലേറ്റീവ് പ്രൊണൗൺ ആണ്. ഇതിൻ്റെ ജോലി എന്താണ്? ഇതിൻ്റെ ജോലി സെൻറ്റൻസിലെ വേറൊരു വാക്കുമായിട്ട് വാക്കിനെ റെഫർ ചെയ്യുന്നതാണ് ജോലി. ഓക്കെ, സോ ഇവിടെ ഹൂം എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊണൗൺ ആരെയാണ് റെഫർ ചെയ്യുന്നത്? പേഴ്സണെയാണ് റെഫർ ചെയ്യുന്നത്. പേഴ്സൺ. ദാറ്റ് ഇസ് ദ പേഴ്സൺ ഹൂം ഐ ലവ്. അതുപോലെ തന്നെ നമ്മൾ ഒരു സെൻറ്റൻസിൽ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഉണ്ടാവും, ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ഉണ്ടാവും അല്ലേ? ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ഉണ്ടെങ്കിൽ എന്തായാലും ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഉണ്ടാവും. അത് എന്തായാലും നിർബന്ധമാണ് അല്ലേ? അപ്പോൾ ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസും ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും തമ്മിൽ കണക്ട് ചെയ്യുന്ന ജോലിയും കൂടെയാണ് റിലേറ്റീവ് പ്രൊണൗൺ ചെയ്യുന്നത്. എന്താണ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്, ഡിപ്പെൻഡൻറ്റ് ക്ലോസ്? ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത് സ്വന്തമായിട്ട് അതിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. മറ്റ് വേറെ ക്ലോസുകളെ ആശ്രയിക്കാതെ തന്നെ അതിന് സ്വന്തമായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഐ ലവ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണോ? അല്ല. ദാറ്റ് ഇസ് ദ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. കാരണം ദാറ്റ് ഇസ് ദ പേഴ്സണെ മാത്രമായിട്ട് നമുക്കൊരു സെൻറ്റൻസ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ മീനിങ് ഉള്ള ഒരു സെൻറ്റൻസ് ആവും. പക്ഷേ ഐ ലവ് എന്നുള്ളത് അതൊരു ക്ലോസ് ആണ്, പക്ഷേ അത് ഇൻഡിപെൻഡൻ്റ് ആണോ? അല്ല, അത് ഡിപ്പെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ദാറ്റ് ഇസ് ദ പേഴ്സൺ എന്ന് പറയുന്ന ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെയും ഐ ലവ് എന്ന് പറയുന്ന ഡിപ്പെൻഡൻറ്റ് ക്ലോസിനെയും നമുക്ക് റിലേറ്റ് ചെയ്യുന്ന കണക്ട് ചെയ്യുന്ന ജോലിയാണ്, ഫംഗ്ഷനാണ് ഈ റിലേറ്റീവ് റിലേറ്റീവ് പ്രൊണൗൺ എന്ന് പറയുന്ന ഈ ഒരു ടൈപ്പ് പ്രൊണൗൺസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ എക്സാമ്പിൾ ഉള്ളത്? ഹൂ ഉണ്ട്, വിച്ച് ഉണ്ട്, ദാറ്റ് ഉണ്ട്, ഹൂസ് ഉണ്ട്, ഹൂം ഉണ്ട്. ഹൂ, വിച്ച്, ദാറ്റ്, ഹൂസ്, ഹൂം. ഓക്കെ, ഹൂ, വിച്ച്, ദാറ്റ്, ഹൂസ്, ഹൂം. ഇതൊക്കെ റിലേറ്റീവ് പ്രൊനൗൺസ് ആണ്. ദ പേഴ്സൺ ഹൂ സ്കോർസ് ദ ഹയസ്റ്റ് ഗെറ്റ്സ് ദ ഗോൾഡ് മെഡൽ. ദ പേഴ്സൺ ഹൂ സ്കോർസ് ദ ഹയസ്റ്റ് ഗെറ്റ്സ് ദ ഗോൾഡ് മെഡൽ. അപ്പോൾ ഹൂ അല്ലേ? അപ്പോൾ ആ ഹൂ ആരെ ഉദ്ദേശിക്കുന്നത്? പേഴ്സൺ ഹൂ സ്കോർസ് ദ ഹയസ്റ്റ്. പേഴ്സൺ ഹൂ ഹയസ്റ്റ് സ്കോർ ചെയ്യുന്ന ആൾ, അതിനെയാണ് റെഫർ ചെയ്യുന്നത്. ഓക്കെ, ദ കാർ ദാറ്റ് വി ബോട്ട് ഗിവ്സ് വെരി ഗുഡ് മൈലേജ്. ദ കാർ ദാറ്റ് വി ബോട്ട്, ദാറ്റ് അല്ലേ? ദ കാർ ദാറ്റ് വി ബോട്ട് ഗിവ്സ് വെരി ഗുഡ് മൈലേജ്. അപ്പോൾ റിലേറ്റീവ് പ്രൊണൗൺ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് സെൻറ്റൻസുകളെ റെഫർ ചെയ്യുന്ന ജോലിയാണ്. ചെയ്യുന്നത്. മറ്റ് വേർഡ്സിനെ, സെൻറ്റൻസിലെ മറ്റ് വേർഡ്സിനെ റെഫർ ചെയ്യുന്ന ജോലിയാണ് റിലേറ്റീവ് പ്രൊണൗൺ ചെയ്യുന്നത്. ഓക്കെ, ദ ഡോഗ് ദാറ്റ് സ്റ്റോൾ ദ പൈ ഇസ് ബാക്ക്. ദ ഡോഗ് ദാറ്റ് സ്റ്റോൾ ദ പൈ, ദാറ്റ്. അത് മാത്രമല്ല ഡിപ്പെൻഡൻറ്റ് ക്ലോസും ഇൻഡിപെൻഡൻറ്റ് ക്ലോസും തമ്മിൽ കണക്ട് ചെയ്യും. ദ ഡോഗ് സ്റ്റോൾ ദ പൈ. മൈ ന്യൂ ഡോഗ് വിച്ച് ഐ ബോട്ട് ലാസ്റ്റ് ഇയർ ലവ്സ് മീ എ ലോട്ട്. വിച്ച്. ദ പേഴ്സൺ ഹു ബോട്ട് ദിസ് മോട്ടോർ മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ്. ഹൂ ബോട്ട് അല്ലേ? പേഴ്സൺ ഹൂ ബോട്ട് ദിസ് മോട്ടോർ സൈക്കിൾ. ഇത് ഒരു എക്സ്ട്രാ ഇൻഫർമേഷനാണ്. അപ്പോൾ നമ്മൾ ആരെയാണ്? ആ മോട്ടോർ സൈക്കിൾ വാങ്ങിയ പേഴ്സൺ, മോട്ടോർ സൈക്കിൾ ബൈ ചെയ്ത പേഴ്സൺ മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ്. ആ ലോയർ ഹൂം വി എംപ്ലോയ്ഡ് റീസെൻ്റ്ലി ഈസ് റിലേറ്റഡ് ടു ദ കംപ്ലൈൻറ്റ്. ഓക്കെ, ഇനി റിഫ്ലെക്സീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞ സാധനമുണ്ട്. വേർഡ്സ് യൂസ്ഡ് ആസ് ഫോംസ് ഓഫ് പേഴ്സണൽ പ്രൊനൗൺസ് ഫോർ എംഫസിസിന് വേണ്ടിയിട്ട്, അതായത് ഊന്നൽ കൊടുക്കാൻ വേണ്ടി, ഊന്നി പറയാൻ വേണ്ടിയിട്ട് അല്ലേ? സ്ട്രെസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് എംഫസിസ് വേണ്ടത്. മൈസെൽഫ്, ആർസെൽഫ്, ഹിംസെൽഫ്, ദംസെൽഫ്, യോർസെൽഫ് അല്ലേ? അങ്ങനെ അല്ലേ പറയാൻ വേണ്ടിയിട്ട് മൈസെൽഫ്, ആർസെൽഫ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് റിഫ്ലെക്സീവ് പ്രൊനൗൺ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഹീ സ്പോക്ക് ടു ഹിംസെൽഫ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു വേർബിന് ശേഷം ഒരു ഓബ്ജക്റ്റ് ഇല്ലെങ്കിൽ അത്തരം കേസുകളിലാണ് നമ്മൾ കൂടുതലും റിഫ്ലെക്സീവ് പ്രൊനൗൺ ഉപയോഗിക്കുക. ഹീ സ്പോക്ക് ടു ഹിംസെൽഫ്. ഓക്കെ, റിഫ്ലെക്സീവ് പ്രൊനൗൺ ഹിംസെൽഫ് ടെൽസ് ദാറ്റ് ഹി ഡിഡ് സംതിങ് ടു ഹിം. അതായത് മാത്രമല്ല ആ സബ്ജക്റ്റിനോട് തന്നെ ഒരു ആക്ഷൻ ചെയ്യാണ്. ആ സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്ന ആക്ഷൻ എന്താ പറയുക, ആ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റിനോട് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ ഇഫ് ദി ആക്ഷൻ ഇസ് ഡൺ ടു ദ സബ്ജക്റ്റ് ഇറ്റ്സെൽഫ്,
subject itself, then we have to use എന്താണ് reflexive pronoun. Reflexive pronoun must be used. He spoke to himself. Reena still does not trust herself. Reena still does not trust herself. അല്ലേ, herself. അപ്പോൾ ട്രസ്റ്റ് എന്ന് പറയുന്ന വേർബിന് ശേഷം നമുക്ക് ഓബ്ജക്റ്റ് ഇല്ല. ഓബ്ജക്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം എന്ന് യൂസ് ചെയ്യാം. The members argued amongst themselves for an hour. The members argued amongst themselves. We often ask ourselves why we left Bangalore. I often quote myself. I often quote myself. History often repeats itself. ഇതൊക്കെ itself, myself, ourselves, ഇതൊക്കെ കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ കുറച്ചുകൂടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇൻട്രോഗേറ്റീവ് പ്രൊണൗൺസ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറച്ച് ടൈപ്പ് പഠിക്കാനുണ്ട്. ഇൻറ്ററോഗേറ്റീവ് പ്രൊണൗൺ. വാട്ട് ആർ ഇൻറ്ററോഗേറ്റീവ് പ്രൊണൗൺസ്? വേർഡ്സ് യൂസ്ഡ് ഫോർ നൗൺസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ടൈപ്പ് പ്രൊണൗൺസ് ആണ് ഇൻറ്ററോഗേറ്റീവ്. വാട്ട്, വിച്ച്, ഹൂ, ഹൂം, ഹൂസ്. ഇതൊക്കെ മലയാളത്തിൽ നിന്ന് ആലോചിച്ച് നോക്കുക. എന്ത്, ഏത്, ആര്, ആരെ, ആരുടെ, അല്ലേ? എന്ത്, എന്ത്, ഏത്, ആര്, ആരുടെ, അല്ല ആരോട്, ആരുടെ. ഹൂ ലവ്സ് ചോക്ലേറ്റ്സ്, അവിടെ ഹൂ, അല്ലേ? ഹൂ ഒരു ഇൻറ്ററോഗേറ്റീവ് പ്രൊണൗൺ ആണ്. ജസ്റ്റ് അറിഞ്ഞാൽ മാത്രമേ വാട്ട് യു മീൻ, വിച്ച് ഇസ് ഫാസ്റ്റ്, ഹൂസ് ബർത്ത്ഡേ, ബർത്ത്ഡേ, ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, അത്രേ ഉള്ളൂ. ഇൻഡെഫിനിറ്റ് പ്രൊണൗൺസ് പക്ഷേ പഠിച്ചിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദോസ് പ്രൊണൗൺസ് ദാറ്റ് റെഫർ ടു വൺ ഓർ മോർ അൺസ്പെസിഫൈഡ് ഓബ്ജക്ട്സ്, അല്ലേ? അതായത് അൺസ്പെസിഫൈഡ്, ഒരു സ്പെസിഫിക് ആയിട്ട് ഇന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഇന്ന വസ്തു എന്ന് പറയുന്നതിന് പകരം ഓക്കെ നമ്മൾ എന്താണ് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല, അല്ലേ? സ്പെസിഫിക് ആയിട്ട് ഇന്ന വ്യക്തി എന്ന് പറയാതെ ജസ്റ്റ് ഇൻഡെഫിനിറ്റ് ആയിട്ട് പറയാണ്. ഇൻഡെഫിനിറ്റ് ആയിട്ട് പറയുന്ന ടൈപ്പ് പ്രൊണൗൺസ് ആണ് ഇൻഡെഫിനിറ്റ് പ്രൊണൗൺസ്. ഇൻഡെഫിനിറ്റ് പ്രൊണൗൺസ്. ഓക്കെ. ഓബ്ജക്ട്സ്, ബീയിങ്സ് ഓഫ് പ്ലേസസ് എന്തൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എവ്രിബഡി, എവ്രിബഡി, നോബഡി, സംബഡി, എവ്രി വൺ, എനി വൺ, സം വൺ, ഐദർ, നൈദർ, ഓൾ, മച്ച്, സെവറൽ, ഈച്ച്, അതേഴ്സ്, അനദർ, ഫ്യൂ, മെനി, നൺ. ഇതൊക്കെ ഇൻഡെഫിനിറ്റ് പ്രൊണൗൺസ് ആണ്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് വരുന്ന ഡൗട്ട് വരുന്നത് ഈ ഇൻഡെഫിനിറ്റ് പ്രൊണൗൺസ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം, ഒരു സെൻറ്റൻസിൽ എങ്ങനെ പ്രയോഗിക്കണം. എവ്രിബഡി, നോബഡി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എവ്രിബഡി എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് പ്രൊണൗൺ, അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാവരെയാണ്. പക്ഷെ അത് സിംഗുലറാണോ പ്ലൂറലാണോ? സിംഗുലറാണോ പ്ലൂറലാണോ? ഓക്കെ. അപ്പോൾ അത് രണ്ട് കാറ്റഗറിയിൽ പെടുത്താം. ചില ഒരു ഗ്രൂപ്പ് ഓഫ് വൺ ഗ്രൂപ്പ് ഓഫ് പ്രൊണൗൺസ് ഓർ ഇൻഡെഫിനിറ്റ് പ്രൊണൗൺസ് ആർ സിംഗുലർ ആൻഡ് അതർ ഗ്രൂപ്പ് ഓഫ് ഇൻഡെഫിനിറ്റ് പ്രൊണൗൺസ് ആർ പ്ലൂറൽ. ഓക്കെ. ഇതൊക്കെ നമ്മൾ സബ്ജക്ട് വേർബ് എഗ്രിമെൻറ്റിൽ നമ്മൾ പറയുന്നുണ്ട്. സബ്ജക്ട് വേർബ് എഗ്രിമെൻറ്റ് സെഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് കുറച്ച് മുന്നേ. ഒരു പ്ലേലിസ്റ്റിൽ നോക്കി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ എവ്രിബഡി, നോബഡി, സംബഡി, എവ്രി വൺ, അതുപോലെ എനി വൺ, സം വൺ, ഐദർ, നൈദർ, ഇതൊക്കെ ഇത്രയും പറയുന്ന കാര്യങ്ങളൊക്കെ ഇത് മാത്രമല്ല ഇനിയുണ്ട്. നോബഡി, നോ വൺ, സംബഡി, സം വൺ, എനിബഡി, എനി വൺ, എവ്രിബഡി, എവ്രി വൺ, അല്ലേ? ഇതൊക്കെ ഈ പറയുന്ന എല്ലാം സിംഗുളറാണ്. ഓൾ ദീസ് ആർ സിംഗുലർ, സിംഗുലറാണ്. ബാക്കിയെല്ലാം ഓൾ, മച്ച്, സെവൽ, ഈച്ച് സിംഗുലറാണ്. ഇതെല്ലാം പ്ലൂറലാണ്. ബാക്കി പറഞ്ഞിരിക്കുന്നതെല്ലാം പ്ലൂറലാണ്. സോ വുഡ് എനി വൺ ലൈക്ക് എ കോഫി, വുഡ് എനി വൺ ലൈക്ക് എ കോഫി. എനി വൺ ലൈക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ അവിടെ എനി വൺ ശരിക്കും സിംഗുലറാണ്. എനി വൺ സിംഗുലറാണ്. ഇവിടെ ലൈക്ക് ഉദ്ദേശിക്കുന്നത് ഒരു പ്ലൂറൽ വേർബ് അല്ല. ഓക്കെ. ഐ വാണ്ട് സമ്മൺ ടു മൂവ് ദിസ് നൗ, ഐ വാണ്ട് സമ്മൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. സമ്മൺ, അപ്പോൾ അത് കൃത്യമായിട്ട് ഇന്ന ആളെന്ന് പറയല്ല, പക്ഷെ എന്താണ്? സമ്മൺ ആണ്. സമ്മൺ, ആരെങ്കിലും. സോ ഇറ്റ്സ് ഇൻഡെഫിനിറ്റ്. ദാറ്റ് ഇസ് വൈ വി കോൾ ഇറ്റ് ആസ് ഇൻഡെഫിനിറ്റ് pronoun. Of those who say nothing, few are silent. Few are silent. Few are silent. Everything is funny as long as it is happening to somebody else. Everything is funny as long as it is happening to somebody else. Is funny. Everything is funny. Everything singular. Everything is indefinite pronoun and is singular.
I don't know anything about music. I don't like to. Anything. Anything ഒരു indefinite pronoun ആണ്. All in the lobby must remain seated. All. All ആണെങ്കിൽ എന്താ അത് പ്ലൂറലാണ്. All is plural. All is well എന്ന് പറയുന്നത് തെറ്റാണ്. All are well എന്ന് പറയുന്നത് ശരിക്കും. Please take some to Mrs. Sharma. Some. കുറച്ച് എടുത്തിട്ട് മിസ് ശർമ്മ കുറച്ച്. Water break. ഓക്കെ, അടുത്ത റെസിപ്രോക്കൽ പ്രൊണൗൺസ് ആണ്. റെസിപ്രോക്കൽ പ്രൊനൗൺസ് എന്ന് പറയുന്നത് എന്താണ്? വേർഡ്സ് യൂസ് ടു പോയിന്റ് ഔട്ട് മ്യൂച്വൽ റിലേഷൻഷിപ്പ് പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് റെസിപ്രോക്കൽ പ്രൊനൗൺ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മ്യൂച്വൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇപ്പോൾ ഈച്ച് അതർ, തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെസിപ്രോക്കൽ പ്രൊനൗൺസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈച്ച് അതർ, വൺ അനദർ. അപ്പോൾ ഈച്ച് അതർ എപ്പോഴും യൂസ് ചെയ്യുക, വൺ അനദർ എപ്പോഴും യൂസ് ചെയ്യുക. ഈച്ച് അതർ യൂസ് ചെയ്യുന്നത് രണ്ട് പേരുള്ള സമയത്താണ്, അല്ലെങ്കിൽ രണ്ട് പേരോ രണ്ട് വ്യക്തികളോ രണ്ട് വസ്തുക്കളോ ആണെങ്കിൽ ഈച്ച് അതർ എന്നും, മോർ ദാൻ ടു ആണെങ്കിൽ വൺ അനദർ, ഗ്രേറ്റർ ദാൻ ടു ആണെങ്കിൽ വൺ അനദർ. ജാക്ക് ആൻഡ് ജിൽ ഹേറ്റ് ഈച്ച് അതർ. ജാക്ക് ആൻഡ് ജിൽ ഹേറ്റ് ഈച്ച് അതർ എന്ന് പറയാം. ദ കൺട്രീസ് വർക്ക് വിത്ത് വൺ അനദർ ഓൺ നാഷണൽ സെക്യൂരിറ്റി. വൺ അനദർ. ദ കൺട്രീസ് വർക്ക് വിത്ത് വൺ. അപ്പം വൺ അനദർ എന്ന് പറയുമ്പോൾ അവിടെ രണ്ടിൽ കൂടുതൽ, മിനിമം 3 കൺട്രീസ് ഉണ്ടാവും. ജാക്കും ജില്ലും രണ്ടുപേരായതുകൊണ്ട് ഈച്ച് അതർ എന്ന് പറയും. ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഈച്ച് അതറും വൺ അനദറും. ഈച്ച് അതർ യൂസ് ചെയ്യുന്നത് രണ്ടുപേര് വരുമ്പോഴാണ്. രണ്ടിൽ കൂടുതലാണെങ്കിൽ വൺ അനദർ. ദ ഡെലിബറേറ്റ്ലി ബ്ലോക്ക്ഡ് വൺ അനദേഴ്സ് പ്രപ്പോസൽസ്. വൺ അനദേഴ്സ് അല്ലേ? വൺ അനദേഴ്സ് പ്രപ്പോസൽ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ്, ഇവിടെ ദേ എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് സ്പെസിഫൈ ആയിട്ടില്ല എത്ര പേരാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്, ഇറ്റ് ഈസ് മിനിമം ഓഫ് ത്രീ അല്ലേ? ദ ടീം മെമ്പേഴ്സ് പ്ലേഡ് ദിയർ ഹാർട്ട്സ് ഔട്ട് ഫോർ വൺ അനദർ. ടീം മെമ്പേഴ്സ് എന്തായാലും രണ്ടുപേരെ കൂടുതലാണ്, രണ്ടുപേരെ കാട്ടുവാണ് അല്ലേ? രണ്ടുപേരിൽ കൂടുതലാണ്. ഹാവ് യു സീൻ ഈച്ച് അതർ സൊല്യൂഷൻസ്? ഈച്ച് അതേഴ്സ് സൊല്യൂഷൻ. ഈച്ച് അതേഴ്സ്, അപ്പോൾ രണ്ടുപേര്. ബോത്ത് ടീംസ് പ്ലേഡ് ഹാർഡ് അഗൻസ്റ്റ് ഈച്ച് അതർ. ടീം വെച്ച് നോക്കുമ്പോൾ രണ്ടുപേരേ ഉള്ളൂ, അപ്പോൾ ഈച്ച് അതർ. They can't see each other. They can't see each other. They can't see each other. അല്ലേ? അവർക്ക് തമ്മിൽ പരസ്പരം കാണാൻ പറ്റില്ല. അപ്പോൾ പരസ്പരം എന്ന് പറയുന്നൊരു സാധനമാണ്. സീരിയലല്ല, പരസ്പരം. ഓ, എന്തൊരു വളിച്ച കോമഡിയില്ലേ. ഇനിയാണ് നമ്മൾ റൂൾസിലേക്ക് കിടക്കുന്നത്. വളരെയധികം എന്താണ് ബുദ്ധിമുട്ടുള്ള റൂൾസ് ഒന്നുമല്ല, വളരെ സിമ്പിൾ റൂൾസാണ്, പെട്ടെന്ന് പഠിക്കും. ഫസ്റ്റ് റൂൾ എന്താണ്? ഇത്രേ ഉള്ളൂ. സിംഗുലർ പ്രൊനൗൺസ് ഉപയോഗിക്കുമ്പോൾ ദേ ഷുഡ് ഫോളോ എ സർട്ടൺ ഓർഡർ. ഒരു ഓർഡർ ഫോളോ ചെയ്യണം. ഇഫ് ദേ ആർ സിംഗുലർ, ഇഫ് മോർ ദാൻ വൺ പ്രൊനൗൺസ് ആർ യൂസ്ഡ്, ആൻഡ് ഇഫ് ദേ ആർ സിംഗുലർ ദേ ഹാവ് ടു ഫോളോ എ സർട്ടൺ ഓർഡർ. എങ്ങനെയാണ്? 2, 3, 1. ഫസ്റ്റ് സെക്കൻഡ് പേഴ്സൺ, പിന്നെ തേർഡ് പേഴ്സൺ, പിന്നെ ഫസ്റ്റ് പേഴ്സൺ. ഐ ആൻഡ് യു ആർ ഗോയിങ് ടു ബാംഗ്ലൂർ ടുമോറോ എന്ന് പറയുന്നത് ശരിയാണോ? ഐ ഫസ്റ്റ് പേഴ്സൺ ആണ്, യു സെക്കൻഡ് പേഴ്സൺ ആണ്. പക്ഷേ ഓർഡർ പ്രകാരം ആദ്യം 2 വരണം, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, പിന്നെ ഫസ്റ്റ് പേഴ്സൺ. യു സെക്കൻഡ് പേഴ്സൺ ആണ്. അപ്പോൾ ഈ ഐന് മുമ്പായിട്ട് എന്ത് വരണം? യു വരണം. സോ യു ആൻഡ് ഐ അല്ലേ? യു ആൻഡ് ഐ ആർ ഗോയിങ് ടു ബാംഗ്ലൂർ ടുമോറോ. യു ആൻഡ് ഐ ആർ ഗോയിങ് ടു ബാംഗ്ലൂർ ടുമോറോ. യു ആൻഡ് ഐ. യു, രാജ് ആൻഡ് ഐ വിൽ ടേക്ക് പാർട്ട് ഇൻ ദ കോമ്പറ്റീഷൻ. യു, രാജ് ആൻഡ് ഐ. യു, രാജ്, ഐ. രാജനാണ് തേർഡ് പേഴ്സൺ ആയിട്ട് നമുക്ക് കണക്കാക്കാം. യു സെക്കൻഡ് പേഴ്സൺ, ഐ ഫസ്റ്റ് പേഴ്സൺ അല്ലേ? അപ്പോൾ 2, 3, 1 എന്ന ഓർഡർ ഫോളോ ചെയ്യണം. ഇഫ് ദ പ്രൊനൗൺസ് ആർ സിംഗുലർ ആണെങ്കിൽ. ഇനി പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ പ്രൊനൗൺ ആണെങ്കിൽ സാധാരണ ഓർഡർ തന്നെ 1, 2, 3 എന്ന ഓർഡർ. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. വി, യു, ദേ. ഞങ്ങൾ, നിങ്ങൾ, അവർ. ഞങ്ങൾ, നിങ്ങൾ, അവർ. വി യു ആൻഡ് ദേ 1, 2, 3. ഇനി മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, അൺപ്ലസൻറ്റ് ആക്ട്സ് അല്ലേ?
അൺപ്ലസൻറ്റ് ആക്ടിനെ കുറിച്ച്, ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ളൊരു ആക്റ്റാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വിഷയത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അല്ലേ, അങ്ങനെയാണെങ്കിൽ സിംഗുലർ പ്രൊണൗൺസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് ആസ് 1 2 3. സാധാരണ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ 1 2 3 എന്ന് പറയുന്ന ഓർഡർ തന്നെ യൂസ് ചെയ്യണം. ഇഫ് ദ കോണ്ടെക്സ്റ്റ് ഇസ് അബൌട്ട് ആൻ അൺപ്ലസൻറ്റ് ആക്ട്, ഒരു അൺപ്ലസൻറ്റ് ആക്ടിനെ കുറിച്ചാണ് സെൻറ്റൻസിലെ കോണ്ടെക്സ്റ്റ് എങ്കിൽ ഓർഡർ ഷുഡ് ബി 1 2 3. I and you will be punished എന്ന് തന്നെ വേണം. I and you will be punished, not you and I. I, you and he would be reprimanded. അപ്പോൾ ഇതൊക്കെ നമ്മൾ റൂൾസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെല്ലാം നമ്മൾ പ്രോപ്പർ എന്നല്ല, നമ്മളെ UK ഇംഗ്ലീഷിലെ പ്രോപ്പർ ഗ്രാമർ ബേസ് ചെയ്തിട്ടുള്ള റൂൾസാണ്. ഇതൊന്നും നമ്മൾ കൊളോക്കലി അല്ലെങ്കിൽ ഡേ ടു ഡേ ഡെയിലി ലൈഫിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് മാർക്ക് വേണമെങ്കിൽ ഈ റൂൾസ് എല്ലാം ഫോളോ ചെയ്തേ പറ്റൂ. ഐ ആൻഡ് യു അൺപ്ലസൻറ്റ് ആക്ട് വരുമ്പോൾ കൃത്യമായിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ മാർക്ക് പോകും. അത്രേ പറയാം. രണ്ടാമത്തെ റൂൾ റൂൾ നമ്പർ 2, റിഫ്ലെക്സീവ് പ്രൊനൗൺ ഷുഡ് നോട്ട് ബി യൂസ്ഡ് വിത്ത് ദ ഫോളോയിങ് വെർബ്സ്. ഈ ഒരു കുറച്ച് പുള്ളികളെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നോട്ടപ്പുള്ളികളാണ് ഇവർ വരുമ്പോൾ ഇവരുടെ കൂടെ റിഫ്ലെക്സീവ് പ്രൊനൗണിനെ അയക്കരുത്, വിടരുത്. പണിവാളും, തെറ്റും, മാർക്ക് പോകും. ഓക്കെ, ക്വാളിഫൈ, സ്റ്റോപ്പ്, കീപ്പ്, ടേൺ, ബേത്ത്, റെസ്റ്റ്, മൂവ്, ഹൈഡ്. ഇതിൻ്റെ ഒന്നും കൂടെ എന്ത് ചെയ്യാൻ പാടില്ല? റിഫ്ലെക്സീവ് പ്രൊനൗൺസ് യൂസ് ചെയ്യാൻ പാടില്ല. ക്വാളിഫൈ മൈസെൽഫ്, ഹി ഹിഡ് ഹെർസെൽഫ് ഇൻ ദ ക്ലോസറ്റ്. He hid herself in the closet. She has qualified himself for the post. She has qualified himself for the post. Okay, she has qualified himself. You should keep yourself away. ഇവിടെ കണ്ടല്ലേ, herself എന്ന് പറയുന്നത് തെറ്റാണ്. herself പാടില്ല. ഹൈഡിൻ്റെ കൂടെ ഹൈഡിൻ്റെ പാസ്റ്റാണ് ഹിഡ്. സോ ഹിഡ് ഇൻ ദ ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോസറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളെ ഡ്രസ്സൊക്കെ വെക്കുന്ന സ്ഥലം അല്ലേ, ഒരു അലമാര എന്നൊക്കെ പറയുന്ന സാധനം, കബേർഡ്, ഒരു അലമാര എന്നൊക്കെ പറയുന്ന സാധനമാണ് ക്ലോസറ്റ്. അല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ക്ലോസറ്റ് അല്ല. So he hid in the closet. He has qualified himself. Himself തന്നെ വരില്ല, herselfും വരില്ല, തെറ്റാണ് അല്ലേ. He has qualified for the post എന്ന് പറഞ്ഞാൽ മതി. ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. You should keep yourself away from all these distractions. Keep yourself എന്ന് പറഞ്ഞിട്ട് അവിടെ എക്സ്ട്രാ അഡീഷണൽ പറയേണ്ട ആവശ്യമില്ല. You should keep away from all these distractions. You should keep away from Narendra Shetty. Keep away from all these distractions അല്ലേ. അപ്പോൾ ക്വാളിഫൈ, സ്റ്റോപ്പ്, കീപ്പ്, ടേൺ, ബേത്ത്, റെസ്റ്റ്, മൂവ്, ഹൈഡ്. ഓക്കെ, ഇതെല്ലാം ഇതിൻ്റെ ഒന്നും കൂടെ എന്ത് പാടില്ല? റിഫ്ലെക്സീവ് പ്രൊനൗൺസ് പാടില്ല. ഓക്കെ, ഇത് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തി എന്തിനാന്ന് വെച്ചാൽ ജസ്റ്റ് സബ്ജക്റ്റീവും ഒബ്ജക്റ്റീവും ഒന്ന് ഓർമ്മപ്പെടുത്താൻ, ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സബ്ജക്റ്റീവ് പ്രൊനൗൺസ് എന്തൊക്കെയാണ്, ഒബ്ജക്റ്റീവ് പ്രൊനൗൺസ് എന്തൊക്കെയാണ്. ഓക്കെ, ഐ, യു, ഹി, ഷീ, ഇറ്റ് സബ്ജക്റ്റീവും, മീ, യു, ഹിം, ഹെർ, ഇറ്റ് ഒബ്ജക്റ്റീവ്. അപ്പോൾ റൂൾ നമ്പർ 3 ഇതാ പറയുന്നത്, യൂസ് ഓൺലി ദ ഒബ്ജക്റ്റീവ് ഫോം ഓഫ് പ്രൊനൗൺസ് ആഫ്റ്റർ വെർബ്സ് ആൻഡ് പ്രപ്പോസിഷൻസ്. ഓക്കെ, യൂസ് ഓൺലി ഒബ്ജക്റ്റീവ് ഫോം ഓഫ് പ്രൊനൗൺസ്, അതായത് വേർബിനും പ്രപ്പോസിഷനും ശേഷം. ബിറ്റ്വീൻ യു ആൻഡ് ഐ, ടീന ഇസ് ബ്യൂട്ടിഫുൾ. ബിറ്റ്വീൻ യു ആൻഡ് ഐ, ടീന ഇസ് ബ്യൂട്ടിഫുൾ. ബിറ്റ്വീൻ യു ആൻഡ് മീ എന്ന് പറയാം. ശരിക്കും ബിറ്റ്വീൻ യു ആൻഡ് ഐ, ടീനാസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് മണ്ടത്തരമാണ് അല്ലേ. ടീനാസ് ബ്യൂട്ടിഫുൾ എന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ എന്താ പറയുക, ടീനാസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് തെറ്റാണല്ലേ. ബിറ്റ്വീൻ യു ആൻഡ് ഐ ആം എന്ന് തന്നെ പറയാം അല്ലേ. ഐ ആം. പക്ഷെ ശ്രദ്ധിക്കുക, ബിറ്റ്വീൻ യു ആൻഡ് ഐ എന്നല്ല, അത് തെറ്റാണ്. ഓക്കെ, ബിറ്റ്വീൻ യു ആൻഡ് മീ എന്നാ പറയാം. അവിടെ യൂസ് ഒബ്ജക്റ്റീവ് ഫോം. ഒബ്ജക്റ്റീവ് ഫോം എന്ന് വെച്ചാൽ എന്താണ്? ഒരു സെൻറ്റൻസിൽ ഒബ്ജക്റ്റ് ആയിട്ടാണ് ഒരു പ്രോണൗൺ എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഇസ് എൻ ഒബ്ജക്റ്റീവ് പ്രൊനൗൺ. ഒബ്ജക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ്, സബ്ജക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുകയാണെങ്കിൽ സബ്ജക്റ്റീവ് പ്രൊനൗൺ. ഓക്കെ, സോ ബിറ്റ്വീൻ യു ആൻഡ് മീ, ഐ ആം ബ്യൂട്ടിഫുൾ. അവിടെ യു ആൻഡ് മീ എന്നാ പറയാം. യു ആൻഡ് മീ രണ്ടിൻ്റെയും ഒബ്ജക്റ്റീവ് ഫോം. യു ഒബ്ജക്റ്റീവ് ആണ്. യുവിൻ്റെ കേസിൽ സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് ഒക്കെ യു തന്നെയാണ്, അതുകൊണ്ട് വ്യത്യാസമില്ല. പക്ഷേ ഐ സബ്ജക്റ്റീവ് ആണ്, പക്ഷേ അതുകൊണ്ട് തന്നെ അത് തെറ്റാണ്. ഐ ഉപയോഗിക്കാൻ പറ്റില്ല, മീ എന്ന് യൂസ് ചെയ്യാം. യു ആൻഡ് മീ, ബിറ്റ്വീൻ യു ആൻഡ് മീ. ദിസ് ഇസ് ബിറ്റ്വീൻ യു ആൻഡ് മീ. ഷീ ഈസ് ടീച്ചിങ് ഡാനി ആൻഡ് ഹി. ഷീ ഈസ് ടീച്ചിങ് ഡാനി ആൻഡ് ഹി എന്ന് പറഞ്ഞില്ല, അല്ലാതെ പറയാൻ പാടില്ല അല്ലേ. ഷീ ഈസ് ടീച്ചിങ് ഡാനി ആൻഡ് ഹിം എന്ന് പറയാം. ഹിം, ഡാനിയെയും അവനെയും അവൾ പഠിപ്പിക്കുന്നു, അവർ പഠിപ്പിക്കുന്നു.
Okay. Any. Let them go. Let them go. She accused him of stealing the laptop. She accused him of stealing the laptop. They were mocking at us during the play. At us. They were mocking at us. At we alla. Let her play. Let her play for a while. Jennifer wants to meet him. Jennifer wants to meet him. ഇനി ഈ ടൈപ്പ് ഈ കൊടുത്തിരിക്കുന്ന ഗിവൺ ടൈപ്പ് ഓഫ് സെൻറ്റൻസിൽ സബ്ജക്റ്റീവ് ഫോം മാത്രമേ യൂസ് ചെയ്യുക. എന്തൊക്കെയാണ്? ഇറ്റ് വാസ് മീ ഹു ഹെൽപ് യു ഇൻ ദറ്റ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഇറ്റ് വാസ് മീ ഹു ഹെൽപ് യു ഇൻ ദറ്റ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഇവിടെ നമ്മൾ മലയാളത്തിൽ ഓർത്ത് വെക്കുക. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഞാനാണ്, അത് ഞാനായിരുന്നു നിന്നെ അല്ലെങ്കിൽ നിങ്ങളെ ആ ഡിഫിക്കൽട്ട് ആ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്തിരുന്നത് ഞാനായിരുന്നു. അപ്പം ഞാൻ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രോണൗൺ എന്താണ്? മീ അല്ല, ഞാൻ എന്താണ്? ഐ ആണ്. ഇറ്റ് വാസ് ഐ ഹു ഹെൽപ്ഡ് യു ഇൻ ദ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഇറ്റ് വിൽ ബി അസ് ഹു വിൽ റെപ്രസെൻറ്റ് ദ സ്ക്വാഡ്. അസ് അല്ല, അസ് എന്ന് വെച്ചാൽ ഞങ്ങളെ എന്നർത്ഥം, ഞങ്ങളാണ്. അപ്പോൾ വി. ഇറ്റ് വിൽ ബി വി ഹു വിൽ റെപ്രസെൻറ്റ് ദ സ്ക്വാഡ്. വാസ് ഇറ്റ് ഹിം ഹു ഫിനിഷ്ഡ് ലാസ്റ്റ്? വാസ് ഇറ്റ് ഹിം ഹു ഫിനിഷ്ഡ് ലാസ്റ്റ്? ഹിം അല്ല, വാസ് ഇറ്റ് ഹി? ഹിം എന്ന് വെച്ചാൽ അവനെ എന്നർത്ഥം, ഹി എന്ന് വെച്ചാൽ അവൻ എന്നാണ്. വാസ് ഇറ്റ് ഹി ഹു ഫിനിഷ്ഡ് ലാസ്റ്റ്? അതുപോലെ തന്നെ റൂൾ നമ്പർ 5 നോക്കുക. റൂൾ നമ്പർ 5 പറയുന്നത്രേ ഉള്ളൂ. ബോത്ത് ഇസ് ടു ബി ഫോളോഡ് ബൈ ആൻഡ്. ബോത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻഡ് എന്നാണ് പറയുക, അല്ലാതെ ആസ് വെൽ ആസ് ഉപയോഗിക്കരുത്. ബോത്തിന് ശേഷം ആസ് വെൽ ആസ് കണ്ടാൽ മനസ്സിലാക്കണം അത് തെറ്റാണ്. ബോത്തിന് ശേഷം ആസ് വെൽ ആസ് കണ്ടാൽ അത് മനസ്സിലാക്കണം തെറ്റ് ഓഫ് ഇന്ത്യ. ഓക്കെ. ബോത്ത് യു ആസ് വെൽ ആസ് ഹിം ഹാവ് ബീൻ പണിഷ്ഡ് എന്ന് പറയുന്നത് തെറ്റാണ്. ആസ് വെൽ ആസ് ചേർക്കാൻ പാടില്ല, തെറ്റാണ്. ബോത്ത് യു ആൻഡ് ഹിം, എപ്പോഴും ബോത്തിന് ശേഷം ആൻഡ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ഹിം, ബോത്ത് യു ആൻഡ് ഹിം ഹാവ് ബീൻ പണിഷ്ഡ്. അവിടെ ഹി എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ബോത്ത് യു ആൻഡ് ഹിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹിം. ബോത്ത് യു ആൻഡ് ഹിം, ബോത്തിന് ശേഷം ആൻഡ്. ഇനി ഐദർ നൈദർ ഈച്ച് അതർ. ഐദർ നൈദർ ഈച്ച് അതർ. നമ്മൾ നേരത്തെ ഈച്ച് അതറും വൺ അനദറും പറഞ്ഞു അല്ലേ? ദീസ് ആർ യൂസ്ഡ് വെൻ സ്പീക്കിംഗ് അബൌട്ട് 2 persons ഓർ 2 things. 2 വ്യക്തികളെക്കുറിച്ചോ 2 വസ്തുക്കളെക്കുറിച്ചോ പറയുമ്പോൾ നമ്മൾ ഐദർ എന്നേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഐദർ അല്ലെങ്കിൽ നൈദർ അല്ലെങ്കിൽ ഈച്ച് അതർ. നൺ ഓഫ് ഹിസ് 2 daughters is currently in India. നൺ ഓഫ് ഹിസ് 2 daughters ആണെങ്കിൽ നമുക്കറിയാം. 2 daughters ആണെങ്കിൽ എന്താ യൂസ് ചെയ്യേണ്ടത്? നൈദർ എന്ന് യൂസ് ചെയ്യേണ്ടത്. നോട്ട് നൺ, ഇറ്റ് ഇസ് നൈദർ. Neither of his 2 daughters is currently in India. Any Rob and Jane love one another. Rob and Jane love one another. One another എന്ന് പറയുമ്പോൾ രണ്ടിൽ കൂടുതലാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ Rob and love Jane each other. Each other എന്നാ വരിക. Anyone, none, one another are used while referring to more than 2 persons or things. Anyone, none, one another are used while referring to more than 2 persons or things. അല്ലേ? രണ്ടിൽ കൂടുതലാണെങ്കിൽ എന്താ പറയുക? രണ്ടിൽ കൂടുതലാണെങ്കിൽ നമ്മൾ എന്താ പറയുക? എനി വൺ എന്ന് പറയാം. ഐദറിന് പകരം എനി വൺ, നൈദറിന് പകരം നൺ, ഈച്ച് അതറിന് പകരം വൺ അനദർ എന്ന് പറയുന്നത്. വൺ അനദർ. ഐദർ ഓഫ് ഹിസ് 6 children ഹാസ് മൂവ്ഡ് അബ്രോഡ്. ഐദർ ഓഫ് ഹിസ് 6 children അല്ല, 6 children ആയതുകൊണ്ട് 6 മക്കളായതുകൊണ്ട് തന്നെ എനി വൺ എന്ന് പറയണം. എനി വൺ ഓഫ് ഹിസ് 6 children ഹാസ് മൂവ്ഡ് അബ്രോഡ്. ഓക്കെ. അടുത്തത് രാജ്, സുരേഷ് ആൻഡ് ടീന ഹെൽപ്ഡ് ഈച്ച് അതർ. രാജ് 1, സുരേഷ് 2, ടീന 3 പേരുണ്ട്. അപ്പോൾ ഹെൽപ്ഡ് വൺ അനദർ എന്ന് പറയണം. വൺ അനദർ, നോട്ട് ഈച്ച് അതർ, വൺ അനദർ. ഓക്കെ. ഇനി റൂൾ നമ്പർ 7, വിച്ച് ഇസ് യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് ഹൂ വെൻ ബി റെഫർ ടു ചോയ്സ് ബിറ്റ്വീൻ 2 or more than 2 things or persons. രണ്ടോ രണ്ടിൽ കൂടുതൽ വസ്തുക്കളോ അല്ലെങ്കിൽ വ്യക്തികളോ തമ്മിലുള്ള ചോയ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഹൂ എന്ന് പറയാനുള്ളൊരു പ്രവണത, ടെൻഡൻസി വരും. പക്ഷേ അത് തെറ്റാണ്. പകരം നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? വിച്ച് എന്ന് യൂസ് ചെയ്യണം. ഓഫ് ദ 2 brothers, ഹൂ ഇസ് ദ മോർ സ്മാർട്ട്? ഹൂ ഇസ് ദ മോർ സ്മാർട്ട്? ഓക്കെ. ഹൂ ഇസ് ദ മോർ സ്മാർട്ട് വൺ എന്ന് പറയാം അല്ലേ? അല്ലെങ്കിൽ ഹൂ ഇസ് ദ മോർ സ്മാർട്ട് എന്ന് പറയാൻ പ്രശ്നമൊന്നുമില്ല.
അവിടെ നോക്കുക, ഹൂ അല്ല, പക്ഷേ വിച്ചാ വരാം. ഓഫ് ദ ടു ബ്രദേഴ്സ് വിച്ച് ഇസ് ദ മോസ്റ്റ് സ്മാർട്ട് എന്ന് പറയാം. വിച്ച് ഇസ് ദ മോസ്റ്റ് സ്മാർട്ട്, നോട്ട് ഹൂ. ഇപ്പോൾ രണ്ടിൽ കൂടുതലോ വ്യക്തികളെയോ അല്ലെങ്കിൽ വസ്തുക്കളോ തമ്മിലുള്ള ഒരു ചോയ്സിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്താ പറയുക, വിച്ച് എന്ന് പറയണം. ഇൻസ്റ്റെഡ് ഓഫ് ഹൂ യു ഹാവ് ടു യൂസ് വിച്ച്. ഹൂ ഇസ് യുവർ ബ്രദർ ഇൻ ദ ക്രൗഡ് അല്ല, വിച്ച് ഇസ് യുവർ ബ്രദർ ഇൻ ദ ക്രൗഡ്. വിച്ച് ഇസ് യുവർ ബ്രദർ ഇൻ ദ ക്രൗഡ്. അതുപോലെ തന്നെ ഹൂ ഇസ് ദ ബെറ്റർ ഓഫ് ദ ടു ഫുട്ബോൾ പ്ലെയേഴ്സ് മെസ്സി ആൻഡ് റൊണാൾഡോ. മെസ്സി റൊണാൾഡോ തമ്മിൽ ബെറ്റർ പ്ലെയർ ആരാണെന്ന് പറയുമ്പോൾ ഹൂ എന്നല്ല പറയും, വിച്ച് ഇസ് ദ ബെറ്റർ പ്ലെയർ എന്ന് പറയും. വിച്ച് ഇസ് ദ ബെറ്റർ പ്ലെയർ of the two football players. Better of the two football players. Okay, which is used in place of who. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, unless two or more members object to him joining the committee, we shall have to accept his application for membership. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു നല്ലൊരു ടൈപ്പ് ഓഫ് ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ നമ്മൾ പഠിക്കാനുണ്ട്. അതായത് പൊസസീവ് ഫോം ആയിരിക്കണം, പറയാം, പൊസസീവ് ആയിരിക്കണം. എന്താണ് ഇവിടെ, അൺലെസ് ടു ഓർ മോർ മെമ്പേഴ്സ് ഒബ്ജക്റ്റ് ടു ഹിം ജോയിൻ ഇൻ ദ കമ്മിറ്റി എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത്, അയാൾ കമ്മിറ്റി ജോയിൻ ചെയ്യുന്നതിലേക്ക്, അല്ലേ, അതാണ്. അപ്പോൾ അതിനെ എതിർക്കുന്നത്, ഒബ്ജക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ കമ്മിറ്റിയിൽ അയാൾ ജോയിൻ ചെയ്യുന്നതിനെ എതിർക്കുന്ന എന്നൊരു മീനിങ് ആണ്. അപ്പോൾ ഒരു പ്രവൃത്തിയെ മറ്റൊരു പ്രവൃത്തി ചെയ്യുക, ഒരു ആക്ഷനെ മറ്റൊരു ആക്ഷൻ ചെയ്യുകയാണ്. അപ്പോൾ ജോയിനിങ് എന്ന് പറയുന്ന, അയാൾ ജോയിൻ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു ആക്ഷൻ നമ്മൾ പറയുമ്പോൾ അവിടെ ഹിം എന്നല്ല പറയേണ്ടത്, ഒബ്ജക്റ്റീവ് പ്രോണൗണിന് പകരം നമ്മളവിടെ പൊസസീവ് പ്രോണൗൺ യൂസ് ചെയ്യണം. പൊസസീവ് പ്രോണൗൺ, ഏതാണോ പ്രോണൗൺ യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പൊസസീവ് ഫോം യൂസ് ചെയ്യണം. അപ്പോൾ ഹിമ്മിന് പകരം ഹിസ് എന്ന് വേണം പറയാൻ. ഓക്കെ, ഇന്ന ഒരാൾ ഇന്ന ആക്ഷൻ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അതിനെ ആ പ്രോണൗണിൻ്റെ പൊസസീവ് ഫോമാണ് പറയേണ്ടത് ഹിസ് ജോയിനിങ് ദ കമ്മിറ്റി എന്ന് പറയുന്നത്. അൺലെസ് ടു ഓർ മോർ മെമ്പേഴ്സ് ഒബ്ജക്റ്റ് ടു ഹിസ് ജോയിനിങ് ദ കമ്മിറ്റി. ഇപ്പോൾ ഹിമ്മിന് പകരം എന്നെക്കുറിച്ചാണ്, ഇപ്പം ഞാനാണെന്ന് പറയും. അപ്പം ഞാൻ കമ്മിറ്റിയിൽ ജോയിൻ ചെയ്യുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ മൈ ജോയിനിങ് എന്ന് പറയണം. ദാറ്റ് വുഡ് ഹാവ് ബീൻ മൈ ജോയിനിങ്. അവളാണെങ്കിൽ ഹെർ ജോയിനിങ്. ഓക്കെ, സോ ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. I was surprised and pleased when I was informed of me winning the contest. കണ്ടല്ലേ, അവിടെ ഞാൻ കോൺടെസ്റ്റ് ജയിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തിയെ റെഫർ ചെയ്യുമ്പോൾ അവിടെ പൊസസീവ് ഫോം വേണം, മൈ വിന്നിങ് എന്ന് പറയണം. മൈ വിന്നിങ്. ഇത് നമ്മൾ എക്സാമിൽ അങ്ങനെ ഒന്നും ചോദിക്കാറില്ല, കാരണം കുറച്ച് അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. നമ്മുടെ എക്സാമിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് ഇതൊന്നും ചോദിക്കാൻ യാതൊരു ചാൻസും ഇല്ല. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തായാലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റണം. പക്ഷേ അത് സങ്കടകരമായ ഒരു കാര്യമാണ്, കാരണം അത്രയും വളരെ ലോ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുന്നത്. അവർക്ക് ഇംഗ്ലീഷ് പേപ്പറിലൊന്നും യാതൊരു വിധത്തിലുള്ള ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. ഇംഗ്ലീഷ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള അഡ്വാൻറ്റേജും ഇല്ല. അത് വളരെ കഷ്ടമാണ്, ശരിക്കും വളരെ വളരെ കഷ്ടമാണ്. ഇംഗ്ലീഷാണ് നമുക്ക് കൂടുതൽ ആവശ്യം. നമ്മളൊരു ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ മാത്സിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആവശ്യമുള്ളത് ഇംഗ്ലീഷാണ്. കാരണം മാത്സിൽ നമുക്ക് അവിടെ പോയിട്ട് ട്രിഗ്നോമെട്രിയും ഓൾജിബ്രയും ജോമെട്രിയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഇൻകം ടാക്സ് ഓഫീസറായിട്ട്, ഇൻകം ടാക്സ് ഇൻസ്പെക്ടറായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൂട്ടാനും കുറയ്ക്കാനൊക്കെ പഠിച്ചാൽ മതി, അറിഞ്ഞിരുന്നാൽ മതി. അത് ആർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഒരു റിപ്പോർട്ട് വരുവാണെങ്കിൽ അത് ഉണ്ടാക്കുക, അത് വായിച്ചിട്ട് മറുപടി കൊടുക്കുക. ഒരു നോട്ടീസ് വരുവാണെങ്കിൽ വായിച്ച് മറുപടി കൊടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് അറിയണം. സോറി, എൻ്റെ റാൻറ്റ് ഞാൻ നിർത്തുകയാണ് ഇവിടെ. മൈ വിന്നിങ് ദ കോൺടെസ്റ്റ്. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. Our dog may look ferocious, but that wouldn't hurt a fly. Our dog may look ferocious, but that എന്നല്ല പ്രോണൗൺ അല്ല യൂസ് ചെയ്യേണ്ടത്. എന്താ യൂസ് ചെയ്യേണ്ടത്? It wouldn't hurt. It wouldn't hurt a fly. ഓപ്ഷൻ സി. അല്ലേ, പ്രോണൗൺ കൃത്യമായിട്ട് യൂസ് ചെയ്യാം നമ്മൾ. No one can predict the future accurately. Isn't it? Isn't it എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ ടാഗാണ് ഇവിടെ പ്രശ്നം വരുന്നത്. അവിടെ സി പാർട്ടിലെ മിസ്റ്റേക്ക്. നോ വൺ ക്യാൻ പ്രഡിക്റ്റ് ദ ഫ്യൂച്ചർ ആക്യുററ്റ്ലി. യെസ്, ഇവിടെയാണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിക്കാനുള്ളത്. അതായത് നമ്മൾ ഇൻഡെഫിനിറ്റ്
പ്രൊണൗൺസിനെ കുറിച്ച് പഠിച്ചു അല്ലേ? ഇൻഡെഫിനിറ്റ് പ്രൊണൗൺ. നോ വൺ എന്ന് പറയുന്നത് ഒരു ഇൻഡെഫിനിറ്റ് പ്രൊണൗൺ ആണ്. ഈ ഇൻഡെഫിനിറ്റ് പ്രൊണൗൺ നോ വൺ, നോബഡി, സംവൺ, സംബഡി, എനിബഡി, എനിവൺ, എവ്രിബഡി, എവ്രിവൺ, എനിത്തിങ്, എവറിത്തിങ് അല്ല, ഇതൊക്കെ ഇൻഡെഫിനിറ്റ് പ്രൊണൗൺസ്. ഈ കൂട്ടം എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിംഗുലർ ആണ്, സിംഗുലർ വേർബ് യൂസ് ചെയ്യണം, സിംഗുലർ പ്രൊണൗൺ, അതായത് ഓൾറെഡി പ്രൊണൗൺ ആണ്. അപ്പോൾ ഇതെല്ലാം സ്റ്റേറ്റ്മെൻറ്റിനകത്ത് സിംഗുലർ ആയിരിക്കും. സ്റ്റേറ്റ്മെൻറ്റിനകത്ത്, ഇത് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വെച്ച് തീർന്നു. ഒരു ക്വസ്റ്റ്യൻ ടാഗിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും, കോമ ഇട്ടിട്ട് ചെറിയൊരു ഭാഗം ഒരു ടാഗ് ഉണ്ടാവും, അതാണ് ക്വസ്റ്റ്യൻ അല്ലേ, ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് തീരുന്നത് വരെ ഇൻഡെഫിനിറ്റ് പ്രൊണൗണിന് ഈ സ്വഭാവമായിരിക്കും, എന്ന് വെച്ചാൽ സിംഗുലർ ആയിരിക്കും. സിംഗുലർ പ്രൊണൗൺസിൻ്റെ കാര്യമാണ് വരുന്നത്, സിംഗുലർ ഇൻഡെഫിനിറ്റ് പ്രൊണൗൺസിൻ്റെ കാര്യമാണ് വരുന്നത്. നോ വൺ ഇസ് എ സിംഗുലർ ഇൻഡെഫിനിറ്റ് പ്രൊണൗൺ. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് അവസാനിക്കുന്നത് വരെ ഇങ്ങനെയാണ്. സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ ശേഷം അതിൻ്റെ മട്ടം മാറും. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ടാഗിൽ പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് വരിക. നോ വൺ എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് സിംഗുലർ പ്രൊണൗണ് സ്റ്റേറ്റ്മെൻറ്റിൽ ക്വസ്റ്റ്യൻ ടാഗിലേക്ക് വരുമ്പോൾ എന്താവും? സബ്ജക്റ്റ് ഇറ്റ് അല്ല വരിക, ദേ എന്ന് വരും. പ്ലൂറലായിട്ട് വരും, മാറും. പ്ലൂറലായിട്ടാണ് മാറും, ദേ. ഓക്കെ, അതിപ്പോൾ നോ വൺ എന്ന് മാത്രമല്ല, നോ വൺ ആണെങ്കിൽ ശരി, സംവൺ, നോ വൺ, നോബഡി, സംബഡി, എനിബഡി, എവ്രിബഡി, എനിവൺ, എവറിത്തിങ്, എനിത്തിങ്. ഇതിലേത് പ്രൊണൗൺ ആണെങ്കിലും പിന്നെ എന്താണ്, നോ വൺ ക്യാൻ പ്രിഡിക്ട്. നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിലേക്ക് വരുമ്പോൾ അതിൻ്റെ സബ്ജക്റ്റ് വിൽ ബി ദേ. ഇൻഡെഫിനിറ്റ് പ്രൊണൗൺ ഏതാണെങ്കിലും ഏതും ആയിക്കോട്ടെ, ദ സബ്ജക്റ്റ് ഇൻ ദ ക്വസ്റ്റ്യൻ ടാഗ് വിൽ ബി ദേ. സബ്ജക്റ്റ് ഇൻ ദ ക്വസ്റ്റ്യൻ ടാഗ് വിൽ ബി ദേ. ഓപ്ഷൻ. ഓൾ ദ ഡൗട്ട്സ് ആർ ക്ലിയർ ബിറ്റ്വീൻ യു ആൻഡ് ഐ. യു ആൻഡ് ഐ അല്ല, യു ആൻഡ് മീ. ബിറ്റ്വീനിന് ശേഷം നമ്മൾ പറയുമ്പോൾ യു ആൻഡ് മീ എന്ന് പറയണം. ബിറ്റ്വീൻ യു ആൻഡ് മീ, ബിറ്റ്വീൻ യു ആൻഡ് മീ. ബിറ്റ്വീനിന് ശേഷം ഒബ്ജക്റ്റീവ് പ്രൊണൗൺസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒബ്ജക്റ്റീവ് ഫോംസ് ഓഫ് ദ പ്രൊണൗണേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓൾ ദ ഡൗട്ട്സ് ആർ ക്ലിയർ ബിറ്റ്വീൻ യു ആൻഡ് മീ. The front page story was about a boy that had hurt himself while saving a child in an accident. That എന്ന് പറയില്ല, ദാറ്റ് നമ്മൾ നോൺ ലിവിങ് ഓബ്ജക്ട്സിനെ, നോൺ ലിവിങ് എൻറ്റിറ്റീസിനെ കുറിച്ച് പറയും. ഇത് ഒരു ബോയ് ആണ് അല്ലേ, ഇറ്റ്സ് എ ബോയ്, ഒരു പയ്യനാണ്. അപ്പോൾ ഹൂ ഹാഡ് ഹേർട്ട് ഹിംസെൽഫ്. ഹൂ ഹാഡ് ഹേർട്ട് ഹിംസെൽഫ്. ഹിംസെൽഫ് എന്ന് റിഫ്ലെക്സീവ് പ്രൊണൗൺ. ഓപ്ഷൻ ബി. ഇറ്റ് ഇസ് നോട്ട് ഐ ഹൂ ഇസ് ടു ബ്ലെയിം. ഇറ്റ് ഇസ് നോട്ട് ഐ എന്ന് പറയുന്നത് കറക്റ്റാണ് ഇവിടെ. ഹു ആം ടു ബ്ലെയിം ആണ്, ഇസ് അല്ല, ഹു ആം ടു ബ്ലെയിം. ഇറ്റ് ഇസ് നോട്ട് ഐ ഹു ആം ടു ബ്ലെയിം. ഓപ്ഷൻ ബി. ഈച്ച് ഓഫ് ദം ഹാസ് ടു അണ്ടർസ്റ്റാൻഡ് ദ റെസ്പോൺസിബിലിറ്റി. ഈച്ച് ഓഫ് ദം, ഈച്ച് എന്ന് പറയുന്നത് നമ്മളെ സിംഗുലർ ഇൻഡെഫിനിറ്റ് പ്രൊണൗൺസിൻ്റെ കൂട്ടത്തിൽ ഗ്രൂപ്പിലാണ്. പക്ഷേ അത് ഇവിടെ ഹാസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് കറക്റ്റാണ്, സിംഗുലർ വേർബാണ്. പക്ഷേ പ്രൊണൗൺ, ഇവിടുത്തെ പ്രൊണൗൺ എന്താണ്, അത് പ്ലൂറലായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. പ്രൊണൗൺ ആയിട്ട് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഓക്കെ, സോ ഹിസ് റെസ്പോൺസിബിലിറ്റി. Each of them has to understand his responsibility. His, option C. We are proud to announce that every one of us have earned a good name. Everyone, indefinite pronoun, so has earned. Has earned enna vara because they are indefinite pronouns considered to be singular, to be considered singular. Here is the man whom I think committed the crime. Here is the man whom I think committed. Whom എന്ന് പറയേണ്ട ആവശ്യമില്ല. whom എന്ന് വെച്ചാൽ ആരെ എന്നർത്ഥം അല്ലേ, ആരെ. സോ ഇവിടെ who എന്ന് മതി. ഓപ്ഷൻ ബി. He is the man who I think committed the crime. ഞാൻ കരുതുന്നത്. The company is in debt and has been unable to pay their employees salary അല്ലേ. എംപ്ലോയീസ് അപ്പോസ്ട്രോഫി, എംപ്ലോയിമാരുടെ സാലറീസ് ഫോർ ദ പാസ്റ്റ് 6 months. പക്ഷേ ഇവിടെ എന്താണ്, പേ ഇറ്റ്സ് എന്ന് പറയുന്നത്. കാരണം കമ്പനി സിംഗുലർ ആണ്. ഇറ്റ്സ്, ITS ആണ്, IT അപ്പോസ്ട്രോഫി എസ് അല്ല, ഇറ്റ്സ്. The governments and business houses must reduce its own energy use and promote conservation to their citizens and employees. Governments and business houses അല്ലേ. ഗവൺമെൻറ്റ്സ് ഉണ്ട്, ബിസിനസ് ഹൗസസ് ഉണ്ട്. ഇത് രണ്ടും സെപ്പറേറ്റ് ആണ് അല്ലേ, വേറെ സംഭവം, വേറെ വസ്തുക്കളാണ്. സോ നമ്മൾ അത് പ്ലൂറലാണ്. സോ ഇറ്റ് ഷുഡ് ബി ദ്യ.
their own energy use എന്ന് പറഞ്ഞാൽ their own energy use. He talked on the phone for hours together who really irritated his parents a lot. Which അല്ലേ who അല്ല അവിടെ ഫോണിൽ സംസാരിച്ച ആ ഒരു എന്താണ് വസ്തുതയാണ് പറഞ്ഞത് അല്ലേ, ആ ഒരു കാര്യത്തെയാണ് പറഞ്ഞത്. ദ തിങ് ആക്ഷനെ കുറിച്ചാണ് പറഞ്ഞത്. സോ വിച്ച് ആയിരിക്കണം. ഇറ്റ്സ് എ നോൺ ലിവിങ് തിങ്. ഇറ്റ്സ് വിച്ച് റിയലി ഇറിറ്റേറ്റഡ്. ഓപ്ഷൻ സി. Two brothers shouted at one another in public. Two brothers shouted at one another എന്ന് പറഞ്ഞ ആവശ്യമില്ല. ടു ബ്രദേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഈച്ച് അതർ എന്ന് പറയണം. ഈച്ച് അതർ അനദർ അല്ല, ഈച്ച് അതർ ഇൻ പബ്ലിക്. ഈച്ച് അതർ ഇൻ പബ്ലിക്. ഓപ്ഷൻ ബി. The poor woman poisoned her and her own children. Poisoned herself. ഒരു സെൻറ്റൻസിൽ ആക്ഷൻ ആ സബ്ജക്റ്റിനോട് തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിഫ്ലെക്സീവ് പ്രൊണൗൺ യൂസ് ചെയ്യണം. റിഫ്ലെക്സീവ് പ്രൊണൗൺ യൂസ് ചെയ്യണം. ദ പൂർ വുമൻ പോയ്സൺ ഹെർസെൽഫ് എന്ന് പറയണം. ഐ മൂഡ് മൈസെൽഫ് അവേ ഫ്രം മൈ ഫാമിലി ആൻഡ് ഐ റിഗ്രറ്റ് ഇറ്റ്. ഐ മൂഡ് മൈസെൽഫ് എന്ന് പറയാൻ പറ്റില്ല. ഐ മൂഡ് അവേ പറഞ്ഞാൽ മതി. മൂവിൻ്റെ കൂടെ മൈസെൽഫ് റിഫ്ലെക്സീവ് പ്രൊണൗൺ യൂസ് ചെയ്യാൻ പാടില്ല. ഓപ്ഷൻ എ. ഐ മൂഡ് അവേ ഫ്രം മൈ ഫാമിലി ആൻഡ് ഐ റിഗ്രറ്റ് ഇറ്റ്. ഐ യു ആൻഡ് ഹി ആർ ലീവിംഗ് ഫ്രം മുംബൈ ടുമോറോ. ലീവിംഗ് ഫ്രം മുംബൈ ടുമോറോ എന്ന് പറയുമ്പോൾ അൺപ്ലസൻറ്റ് ആക്ട് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ സാധാരണ കേസല്ല 2-3-1 വേണം. 2-3-1. അപ്പോൾ ആരൊക്കെയാ? യു, ഹി ആൻഡ് ഐ. ഓപ്ഷൻ എ. സിംഗുലർ പ്രൊണൗൺസ് ആണ്. അപ്പോൾ 2-3-1. ഹി ബേത്ത് ഹിംസെൽഫ് ഇൻ ദ റിവർ. ഹി ബേത്ത് ഹിംസെൽഫ് എന്ന് പറഞ്ഞ ആവശ്യമില്ല. ഹി ബേത്ത് ഇൻ ദ റിവർ. ബേത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുളിച്ചു. Neither of the 5 parent partners has taken responsibility for of the situation. None of the 5 partners. Neither അല്ല, none. കാരണം 5 partners ആണ്. 5 partners ആയതുകൊണ്ട് none എന്ന് പറഞ്ഞു. ഓപ്ഷൻ എ. Who is the better player between the two? Which is the better player? അല്ലേ, ഒരു ചോയ്സ് ആകുമ്പോൾ if it is a choice between 2 or more persons or things, you have to use which instead of who. Option A. Right, that's it. Thank you for watching. The session is over. അപ്പോൾ പ്രൊണൗൺസിൻ്റെ ഒരു ഗംഭീര സെഷൻ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രൊണൗൺസിൻ്റെ പിന്നെ ടോപ്പിക്സ് അല്ല, കോൺസെപ്റ്റ്സ്, ടൈപ്സ് പഠിച്ചു, റൂൾസ് പഠിച്ചു അല്ലേ. ടൈപ്സ്, റൂൾസ്, എന്താണ് സാധനം, ഏതൊക്കെ പ്രൊണൗൺസ് ഉള്ളതെല്ലാം പഠിച്ചു. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യുക, നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ടു ദ ചാനൽ and